പുതുമക്കാര് പുതുമക്കാരായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ ഹെഡിങ് പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് സ്വയം നഷ്ടപ്പെടൽ, ലോസ് ഓഫ് സെൽഫ്. നമ്മൾ മദ്യാസക്ത രോഗം അല്ലെങ്കിൽ മറ്റ് ലഹരി രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, ഇത് വാസ്തവത്തിൽ ഇതെല്ലാം കൂടിയുള്ള ഒരു കോമ്പിനേഷനാണ്. ഇന്നത്തെ ഈ ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന രോഗങ്ങളുടെ കോമ്പിനേഷൻ ഒറ്റ രോഗമായിട്ട് കാണുന്നത് വളരെ ചുരുക്കമാണ്. ഇപ്പോൾ അങ്ങനെയുള്ളവരുണ്ട്. മദ്യാസക്ത രോഗം മാത്രമായിട്ട് ഒരു പ്രശ്നമായിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും ഒരു ലഹരി വസ്തു കൂടി ഉണ്ടാവും. അത് പുകയിലാകാം, അല്ലെങ്കിൽ മെത്താംബിട്ടമിനാകാം, കന്നാബിസ് ആകാം, കൊക്കൈനാകാം, അങ്ങനെ പലതരം മറ്റ് ലഹരി രോഗങ്ങളും അതിനോട് അനുബന്ധിച്ച് വരുന്ന മാനസിക രോഗങ്ങളും. ഇതൊരു ട്രിപ്പിൾ കോമ്പിനേഷൻ, ഭയങ്കര കടുത്ത ഒരവസ്ഥയാണത്. ഈ രോഗാവസ്ഥയെക്കുറിച്ച് ഗവൺമെൻറ്റുകളോ അല്ലെങ്കിൽ ലോകത്തിലൊട്ടാകെയുള്ള ജനാധിപത്യ ഗവൺമെൻറ്റുകളോ അല്ലാതെയുള്ള മറ്റു പല, ഇപ്പോൾ ഈവൻ മിഡിൽ ഈസ്റ്റിൽ ഒക്കെ മദ്യം നിഷിദ്ധമായിട്ടുള്ള സാധനമാണ്. അപ്പോൾ അവിടെ പോലും അവിടെ ലൈസൻസുകൾ കൊടുത്തു കഴിഞ്ഞു എത്രയോ മുമ്പ് തന്നെ. അവിടെ പല രാജ്യങ്ങളിലും ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് വ്യക്തികളുടെ, അവരുടെ അത്യാവശ്യം, അവരുടെ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ അവരെക്കുറിച്ച് ആലോചിക്കുന്നവരുടെ ഉത്തരവാദിത്വം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്വത്തിൽ മാത്രം ഇത് ഒരു രാജ്യത്തെ ഈ പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ കാര്യത്തെപ്പറ്റി പഠിച്ചതിൽ നിന്നും മനസ്സിലാവുന്നത്, ഇത് ഒരു ചെറിയ ലെവലിൽ തുടങ്ങി ഇത് ഇങ്ങനെ നമ്മൾ ഒരു സമുദ്രത്തിലേക്ക് ഇങ്ങനെ വ്യാപിക്കുന്ന പോലെ, അങ്ങനെ ചുറ്റുപാടേക്കും വ്യാപിക്കുന്ന ഒരു പേഴ്സണലായിട്ടുള്ള രോഗത്തിൽ നിന്നും അത് ചുറ്റുപാടിലേക്ക്, ചുറ്റുപാടിലെ ആ സമൂഹത്തിൽ അത് കലങ്ങി അവിടെ നിന്നും ഓരോ വ്യക്തിയിലേക്കും എത്തിച്ചേർന്ന് അത് വളർന്ന് വലുതായി അതിങ്ങനെ തിരയടിച്ച് ഇങ്ങനെ വലിയ ഒരു സമുദ്രത്തിലേക്ക് പോകുന്ന പോലെ, അങ്ങനത്തെ ഒരു മഹാരോഗമാണിത്. ഞാനീ പറഞ്ഞ ആ 3 വാക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും, മദ്യാസക്ത രോഗം, മറ്റ് ലഹരി രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ. ഇത് 3 വെറും വാക്കുകളാണ്. പക്ഷെ ഇത് ഒരു വ്യക്തി അയാളുടെ ജീവിതം ആരംഭിക്കുക, വളരുന്ന, അയാൾ വലുതാകുന്ന ഒരു കുടുംബത്തിൻ്റെ, അയാൾ ഏത് സമൂഹത്തിലാണോ ജോലി ചെയ്യുന്നത് അവിടുത്തെ ചുറ്റുപാടിൻ്റെ, അവിടെയുള്ള അയാളുടെ കൂടെയുള്ള ആളുകളുടെ എല്ലാവരുടെയും കൂടി ഒരു പ്രശ്നമായി മാറുന്ന ഒരു മാനസിക രോഗം കൂടിയാണത്. മാനസിക രോഗം എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കാരണം ലോകാരോഗ്യ സംഘടന ഈ മദ്യാസക്ത രോഗത്തെ വെറും മദ്യാസക്ത രോഗമായിട്ടല്ല കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് എ മെൻ്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസോർഡർ എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ മറ്റു ലഹരി രോഗങ്ങളെയും അതേ പട്ടികയിൽ തന്നെ പെടുത്തിയേക്കണം. ഇറ്റ് ഈസ് എ മെൻ്റൽ ആൻഡ് ബിഹേവിയറൽ ഡിസീസ്. അപ്പോൾ മദ്യവും മറ്റു ലഹരി ഉണ്ടാക്കുന്ന മാനസിക രോഗങ്ങൾ, അത് കൂടാതെ ഇതിൻ്റെ കൂടെ കോ ഡിപ്പെൻഡൻസി, അതായത് ഇതൊന്നുമില്ലാത്ത ഒരാൾ, മദ്യവും മറ്റു ലഹരിയോ ഒന്നുമില്ല, അയാൾ വെറും ഒരു മാനസിക രോഗം, അത് പാരമ്പര്യമായിട്ടോ അല്ലാതെയൊക്കെ കിട്ടിയതായിരിക്കാം. അയാൾ വലുതായി വരുമ്പോൾ ആ മാനസിക രോഗത്തിൻ്റെ പ്രേരണ അയാളെ നയിക്കുന്നത് മദ്യപാനത്തിലേക്കായിരിക്കും, അല്ലെങ്കിൽ മറ്റ് ലഹരി മരുന്നിലേക്കായിരിക്കാം. അപ്പോൾ അതൊരു സെക്കൻഡറി ആയിട്ടുള്ള ഒരു ആൽക്കഹോളിസം എന്നൊക്കെ പറയാം.
പ്രൈമറി ആൽക്കഹോളിസം എന്നൊക്കെ പറഞ്ഞാലും മദ്യം മാത്രം കഴിക്കുക, അതിനുശേഷം മെൻ്റൽ ഡിസീസ് ആയി മാറുക. അതിനെ മറിച്ച് സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാരണം കൊണ്ട് ഒരു മാനസിക രോഗം ആദ്യം ഉണ്ടായിരുന്നു. ആ രോഗത്തിൽ നിന്നും അയാൾ സ്വഭാവപരമായിട്ടുള്ള പല കാര്യങ്ങൾ, അയാളുടെ തോന്നലുകൾ, അയാളുടെ ചിന്തകൾ, അതിൽ കൂടി അയാൾ ആർജിച്ചെടുക്കുന്നതാണ് മദ്യപാനം. ആ കോ ഡിപ്പെൻഡൻസി എന്ന് പറയും, കോ ഡിപ്പെൻഡൻസി. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഭീകരമായ അവസ്ഥകളാണ്. മാനസിക രോഗം ആരെങ്കിലും സ്വന്തമായിട്ട് അവനവനൊരു മാനസിക രോഗത്തിൻ്റെ ഉള്ളിൽ ജീവിക്കണമെന്ന് ആർക്കെങ്കിലും ഈ ഭൂമിയിൽ അങ്ങനെ ഒരു തോന്നലോ ഒരാഗ്രഹമോ ഉണ്ടാകാൻ ഒരിക്കലും ഒരു സാധ്യതയില്ല. അത് ഇവിടെയാണ് അറിവില്ലായ്മ. നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്, ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കുന്നത് നമ്മൾ ഒരു അറിവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ മോശപ്പെട്ട ചില അനുഭവങ്ങളുടെ, ആ അനുഭവങ്ങളിൽ നമ്മൾ തിരിച്ചു വരാനുള്ള ചില ചിന്തകളുടെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചില നിർദ്ദേശങ്ങൾ, ചില സപ്പോർട്ട്, അതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി അയാൾ വളർന്ന് വലുതായി ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ലോകത്തിലെ പല കാര്യങ്ങളും സ്വീകരിച്ച് ചിലതൊക്കെ ഒഴിവാക്കി അങ്ങനെ വളരേണ്ട ഒരാളാണ് അയാൾ. അല്ലെങ്കിൽ അയാൾക്ക് അയാളെ സ്വയം നഷ്ടപ്പെടും. ഈ വാക്കുകൾ വളരെ വളരെ അഗാധമായിട്ടൊരു വ്യക്തിയെ സ്പർശിക്കുന്നൊരു സംഗതിയാണ്. ആരും അയാൾ സ്വയം നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും ഒരു വ്യക്തി കഴിവുകൾ ഉണ്ടാക്കുക, വളർന്ന് വികസിച്ച് അയാൾക്ക് ഈ ലോകത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികളൊക്കെ ചെയ്യുക, ഈ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുക. ആ മനസ്സിലാക്കലിലൂടെ ഞാൻ ജീവിച്ചിരുന്നു, അതിലൊരു സന്തോഷം കണ്ടെത്തുക, അങ്ങനത്തെ ഒരു ജീവിതം. അതിന് പകരമായിട്ട് മദ്യം അല്ലെങ്കിൽ മറ്റു ലഹരി രോഗങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ കൂടെ കളിക്കുന്ന ഈ മാനസിക രോഗങ്ങളും കൂടി എന്താണ്, ഒരാളെ സ്വയം നഷ്ടപ്പെടുത്തുകയാണ്. അയാളുടെ ആദ്യമായിട്ട് അയാളുടെ വളർച്ച വികാസത്തിൽ ഉടനീളം അയാൾ ചിലപ്പോൾ ചെറിയ കൗമാര പ്രായത്തിൽ 10 വയസ്സിലോ 15 വയസ്സിലോ തുടങ്ങിയൊരു പരിപാടി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾ അത് സ്വയം നഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണെന്ന് മനസ്സിലാക്കി. നമ്മുടെ ഈ പ്രോഗ്രാമിൽ വരുന്നവരൊക്കെ വളരെ ചുരുക്കം പേരാണ്. അതിനെപ്പറ്റി ആലോചിക്കുക പോലും ചെയ്യാതെ ജീവിച്ചു മരിച്ചു പോകുന്നു. താൻ ഏതോ ഒരു അവസ്ഥയിൽ ജീവിച്ചും ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ അയാൾ ജീവിച്ചു മരിച്ചു പോകുന്നു. ഇതിൽ ലോകത്തിൽ എത്രയോ ആളുകൾ മദ്യം മറ്റു ലഹരി ഉപയോഗിക്കുന്നു. അവർ എത്തുന്നവർ എത്ര പേരാണ്, അല്ലെങ്കിൽ മറ്റ് ഗ്രൂപ്പ് തെറാപ്പിയിൽ എത്തുന്നവർ എത്ര പേരാണ്? വളരെ ചുരുങ്ങിയ ആൾക്കാരുണ്ട്. അത് കണക്ക് ലോകവ്യാപകമായ കണക്കെടുത്താൽ തന്നെ അറിയാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ യാതന അനുഭവിക്കുന്നു. അതുകൂടാതെ അനേക തരത്തിലുള്ള രോഗങ്ങൾ അനുഭവിക്കുന്നു. അയാളുടെ ശാരീരിക, മാനസിക, വൈകാരിക, സാമൂഹ്യ, സാമ്പത്തിക എല്ലാം, ആരോഗ്യത്തിന് വേണ്ട എല്ലാ സംഗതികളും അയാൾക്ക് നഷ്ടപ്പെട്ട് ആരോഗ്യത്തിന് നേരെ വിപരീതമായിട്ടുള്ള സാധനങ്ങൾ അയാൾക്ക് കിട്ടുന്നു. എന്നിട്ടും അയാൾ ഒരു ചികിത്സയെ ഇഷ്ടപ്പെടുന്നില്ല. ഒരു ചികിത്സയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു, മാറി നിൽക്കുന്നു, ലജ്ജിക്കുന്നു. ഇതൊരു ഭീകരാവസ്ഥയാണ് വാസ്തവത്തിൽ. ആ ഭീകരാവസ്ഥയിൽ അയാൾക്ക് സ്വയം നഷ്ടപ്പെടുന്നു. ആ സ്വയം നഷ്ടപ്പെടൽ എങ്ങനെയാണ്, ഏത് തരത്തിലുള്ളതാണ്, എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ഇപ്പോൾ ഉദാഹരണം, ആൽക്കഹോൾ റിലേറ്റഡ് ഡിസോർഡേഴ്സ്, അത് ഈ ഡിസ്ഓർഡർ എന്ന് പറയുന്ന വാക്ക് ശരിക്കും പറഞ്ഞില്ല, അത് ഭയങ്കര നമ്മൾ രോഗാവസ്ഥയ്ക്ക് ഉദ്ദേശിക്കുന്ന ഒരു വാക്കുകൂടിയാണ് ഡിസ്ഓർഡർ. അപ്പോൾ എന്താണ് ഓർഡർ? ഓർഡർ എന്ന് വെച്ചാൽ ക്രമം ഉണ്ടാകുക.
ഡിസ്ഓർഡർ എന്ന് പറഞ്ഞാൽ ക്രമം ഇല്ലാതാകുക. ക്രമം ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ ഒരു രോഗം, രോഗാവസ്ഥ. പലപ്പോഴും ഇപ്പോൾ മദ്യാസക്ത രോഗം അല്ലെങ്കിൽ ഈ പ്രമേഹ രോഗം, രക്തസമ്മർദ്ദ രോഗം, ഇതെല്ലാം ഡിസോർഡറാണ്. എന്നുവെച്ചാൽ ഒരു ആയുഷ്കാലം മുഴുവനും മുന്നോട്ട് പോയി ആളുടെ ജീവനെടുത്ത് അയാളുടെ ശരീരവും മനസ്സും ഒക്കെ പ്രശ്നഭരിതമാക്കിയിട്ട് അയാളുടെ ജീവനെടുക്കുന്ന ഒരു പരിപാടിയാണ് അതൊക്കെ. എല്ലാ സാറേ ഡിസോർഡർ സാറേ കേൾക്കുന്നില്ലേ? സാറേ കേൾക്കുന്നുണ്ട് സാറേ. അങ്ങോട്ട് ഞാനൊരു മധ്യസ്ഥ പ്രവൃത്തിയാണ് കേട്ടോ. സാറിപ്പോൾ പറഞ്ഞ പോലെ അങ്ങോട്ട് ഞാനിപ്പം ഒരു എന്നിപ്പോ എന്താ വേണ്ട? പ്രസാദ് സംശയം അവസാനം ചോദിക്കാട്ടോ. സാർ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസോർഡർ, ഒരു തകരാറ്, ആ തകരാറ് ഒരു ആയുസ് മുഴുവൻ നീണ്ടു നിൽക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ഈ ഡിസോർഡറിൽ നിന്നും ഓർഡർ, ക്രമം ഉണ്ടാക്കുന്ന ഒരു പരിപാടിയിലേക്ക് നമ്മൾ എത്തുന്നതാണ് ചികിത്സ. അല്ലെങ്കിലും നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഓർഡറാണ്, ക്രമം. ശരീരത്തിലെ എല്ലാ പ്രവർത്തനത്തിനും ഒരു ക്രമം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ സൗഖ്യം അല്ലെങ്കിൽ സുഖം അല്ലെങ്കിൽ ആരോഗ്യം എന്നൊക്കെ പറഞ്ഞുണ്ടാകുന്നത്. ഓർഡർ, ക്രമം. അത് വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിലും പുറത്തും. നമ്മളൊരു രാജ്യത്ത് ജീവിക്കുകയാണെങ്കിൽ, ഒരു കുടുംബത്തിൽ ജീവിക്കുകയാണെങ്കിൽ, ഒരു സമൂഹത്തിൽ ജീവിക്കുകയാണെങ്കിൽ അവിടെ ഈ ക്രമം അതുണ്ടെങ്കിലാണ് നമുക്ക് ശരിക്കും ജീവിക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ അവസ്ഥകൾ നോക്കുക, ലോകാവസ്ഥ നോക്കുക, ക്രമം എവിടെയാണ്? എത്രയോ ആളുകൾ മരിക്കുന്നു. അവരുടേതല്ലാത്ത കുഴപ്പങ്ങൾ കൊണ്ട് എത്രയോ ആളുകൾ മരിക്കുന്നു. അത് കൂടാതെ ഇങ്ങനെയുള്ള അവരുടേതായിട്ടുള്ള, അവരറിയാതെ, അവർക്ക് അറിവില്ലാതെ അവർ ജീവിക്കുന്ന അവസ്ഥയുടെ കുഴപ്പം കൊണ്ട് ക്രമമില്ലാതെ അങ്ങനെ മരിക്കുന്നു. ആ മരണത്തിൻ്റെ ഒന്നാമത്തെ കാരണം, ഏറ്റവും കൂടുതലാണ്, ഞാൻ ഒന്നാമത്തെ എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന രോഗമാണ് മദ്യാസക്ത രോഗവും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ പറഞ്ഞ മറ്റു സംഗതികളും. അത് വെല്ലാൻ ഒന്നുമില്ല. ഈ മദ്യാസക്ത രോഗം, മറ്റു ലഹരി രോഗം, മാനസിക രോഗം, ഇത് മൂന്നും കൂടി ചേർന്ന ഈ രോഗത്തെ വെല്ലാനായിട്ട് ഒരു രോഗങ്ങളും, ഹൃദ്രോഗമോ അല്ലെങ്കിൽ ക്യാൻസറോ മറ്റു ഒരു രോഗവും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് വളരെയധികം മുൻഗണന, ഇതിനെപ്പറ്റി മനസ്സിലാക്കൽ, അറിവ് നേടലും, ഇങ്ങനെ ഏതെങ്കിലും ഒരു പരിപാടി, ഇത് നമ്മളെ സ്വയം രക്ഷപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു പരിപാടി, അതിലെത്തിച്ചേർന്നാൽ അത് ശരിക്കും മനസ്സിലാക്കി അതിൽ കൂടി സ്വയം ജീവിതം നഷ്ടപ്പെടുത്താതെ ജീവിതത്തെ തിരിച്ചു പിടിക്കുന്ന ഒരു പരിപാടി. ഇതിൻ്റെ ഈ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ മഹത്വം അതാണ്. ഞാനതിനെ അധികം ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ്. ഇത് ഏറ്റവും ലോകത്തിലെ ഏറ്റവും സിംപിളസ്റ്റ് ചികിത്സ. ഇത് ചികിത്സയാണ്. പല ആൾക്കാർക്കും ഈ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷകളും പരസ്പരം പങ്കുവെച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർന്നു. അതല്ല, ഇത് ലോകത്തിലെ മഹത്തായ ഒരു ചികിത്സാ രീതി കണ്ടുപിടിച്ചൊരു പരിപാടിയാണ്. അത് എങ്ങനെയാണ്? അറിവുകൊണ്ട്, അനുഭവങ്ങൾ കൊണ്ട്. ആ അറിവുകളും അനുഭവങ്ങളും ഒരു കണ്ണാടി പോലെ സ്വയം അവനവനിലേക്ക് തിരിച്ചു വെച്ച് അതിൽ കൂടി മനസ്സിലാക്കി ബുദ്ധിയെ ജ്വലിപ്പിച്ച് ആ ബുദ്ധിശക്തി, ആ മനുഷ്യത്വം അത് തിരിച്ചു പിടിച്ചുകൊണ്ട് ഒരു വലിയ രോഗത്തെ, മാരക രോഗത്തെ മാറ്റി നിർത്തി ജീവിക്കുക, സ്വയം നഷ്ടപ്പെടാതെ ജീവിക്കുക. അതാണ് ഇതിൻ്റെ മഹത്വം. പല ആളുകൾ ഇതിൽ ഇങ്ങനെ വന്ന് 2 ആഴ്ച കഴിഞ്ഞ് റിലാപ്സ് ആവുന്നു, 1 മാസം കഴിഞ്ഞ് റിലാപ്സ് ആവുന്നു. അവർക്ക് എന്താ വെച്ചാൽ അവരുടെ തലയുടെ ഉള്ളിലേക്ക്, അവരുടെ ബ്രെയിനിൻ്റെ ഉള്ളിലേക്ക് ഒരു തരത്തിലും അത് കയറുന്നില്ല. അത് എന്താണ് അവർ അനുഭവിക്കുന്നത്, എന്തിൽ കൂടെയാണ് പോകുന്നതെന്ന് അവർക്ക് ഒരു അല്പം പോലും അവരുടെ ആ ഒരു ബുദ്ധിശക്തി അവരുടെ ഉള്ളിലേക്ക് കയറുന്നില്ല. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസ് തന്നെ അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പുസ്തകത്തിലെ ഒന്ന് കൂട്ടുകയാണ്. ഞങ്ങളിൽ ചിലർ പെട്ടെന്നും, ചിലർ സാവകാശവും, ചിലർ ഒരിക്കലും രക്ഷപ്പെടുന്നില്ല, ചിലർക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിച്ചിട്ടുമില്ല. അവരോട്
ഞങ്ങൾക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. അവരോട് വെറുപ്പില്ല. കാരണം അവർ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതാണ് അത് വളരെ എത്രമാത്രം അഗാധമായിട്ടുള്ള ഒരു വാക്കാണെന്നറിയാമോ. അവർ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവരുടെ ആ സൃഷ്ടി, അവരുടെ അവർക്ക് എതിരായി നിന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ട് പിന്നെ മറ്റേലേക്ക് വരാം. എന്താണ് അവർക്ക് എതിരായിട്ട് ഈ രക്ഷപ്പെടാതെ നിന്ന ആളുകൾ, അവർക്കെതിരായിട്ട് അവരുടെ ജീവൻ നേരത്തെ അങ്ങനെ പോയി. എന്താണ് അതിൻ്റെ കാരണം? അതിന് ഒത്തിരി കാരണമുണ്ട്. കാരണമില്ലാതെ ഒന്നുമല്ല, കാരണമുണ്ട് തീർച്ചയായിട്ടും. അത് ആ അവസാനത്തെ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. അവർ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. എത്ര മനോഹരമായ വാക്കാണ്, ബുദ്ധിപൂർവമായിട്ടുള്ള വാക്കാണ്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ്? അവരുടെ പാരമ്പര്യം, അവരുടെ ജനിതകം, അവരുടെ കുടുംബത്തിലെ അവരുടെ ചുറ്റുപാടുകൾ, അവരുടെ അഹന്ത, അവരുടെ അറിവില്ലായ്മ, അറിവിനെ ഇഷ്ടപ്പെടാതിരിക്കൽ, അറിവിനെ വെറുക്കുന്നു, അറിവിനോട് ലജ്ജിക്കുന്നു, അറിവിനെ ചവിട്ടിത്താർത്തുന്നു, അറിവിനെ നിഷേധിക്കുന്നു. അങ്ങനത്തെ ഒരു അവർ സൃഷ്ടിക്കപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളെ, അവരുടെ ജീവിതത്തെ അവർ ഏത് രീതിയിൽ നേരിട്ടു, എങ്ങനെ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇന്ന് പറയുന്ന ഈ സ്വയം നഷ്ടപ്പെടാതിരിക്കുക. സ്വയം നഷ്ടപ്പെടാതിരിക്കുക. സ്വയം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? സ്വയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ശരീരമുണ്ട്. ആ ശരീരത്തിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു മനസ്സുണ്ട്. എന്താണ് മനസ്സ്? മനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോധത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അതാണ് മനസ്സ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് പ്രവർത്തിക്കാനുള്ള, പുറത്തേക്കും അകത്തേക്കും പ്രവർത്തിക്കാനുള്ള ഒരു ഉപാധി, ഒരു വഴിയാണ് ആ മനസ്സ്. ആ മനസ്സെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് തലച്ചോറാണ്, ദ ബ്രെയിൻ. ബ്രെയിൻ ഈസ് ഈക്വൽ ടു മൈൻഡ്, അതിന് യാതൊരു സംശയമില്ല. പക്ഷെ ഈ ബ്രെയിൻ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അതുകൊണ്ടാണ് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ദർശനം തന്നെയുണ്ട്. ദ ഹോൾ ഈസ് മോർ ദാൻ ദ സം ടോട്ടൽ ഓഫ് പാർട്സ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് ലോകത്തിലെ ഏറ്റവും വലിയൊരു ദർശനം. അത് ജസ്റ്റാൾട്ട് ഫിലോസഫി എന്നൊക്കെ പറയും. ചില ആൾക്കാർ ആരെങ്കിലും കേട്ടിട്ടുണ്ടാവും ജസ്റ്റാൾട്ട് ഫിലോസഫി. ഈ ജസ്റ്റാൾട്ട് ഫിലോസഫിയുടെ അർത്ഥം ഇതാണ്: നമ്മുടെ മൊത്തം ശരീരം, ആ ശരീരം എന്തുൾപ്പെടുന്നു? മനസ്സുൾപ്പെടുന്നുണ്ട്. ഒന്നും അതിൽ വേറെ ഇല്ല. എല്ലാം, ശരീരവും മനസ്സും എല്ലാം കൂടി ചേർന്ന ഒരൊറ്റ സാധനം. അത് ഒരു സാധനമാണ്. ഇങ്ങനെ മനസ്സിന്ന് മാറ്റിവെക്കാൻ ഒരു സാധനം നമ്മുടെ ശരീരത്തിലില്ല. വാസ്തവത്തിൽ ശരീരത്തിൻ്റെ അവിഭാജ്യ ഘടകം തന്നെയാണ് ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന മനസ്സ് എന്ന് പറഞ്ഞ ഈ ബ്രെയിൻ, തലച്ചോറ്. അപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം ഈ തലച്ചോറിന് അതിന് പ്രത്യേകമായിട്ടുള്ള ചില പരിഗണനകൾ കൊടുത്ത് അതിനെ പ്രത്യേകമായിട്ട് ഉയർത്തി കാണിച്ച് അതെന്താണെന്നൊക്കെ ആളുകളെ, ഈ സാധാരണ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളുകളെ അത് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ ലഹരി രോഗങ്ങൾ, മാനസിക രോഗങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അടിത്തറ ആക്കി ഈവൻ കൗൺസിലിങ്ങിലോ അല്ലെങ്കിൽ സാമാന്യ വിദ്യാഭ്യാസ അറിവ് കൊടുക്കുന്നതിലോ ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ ബ്രെയിൻ എന്ന് പറഞ്ഞ ശരീരഭാഗം, ശരീരത്തിൻ്റെ ഒറ്റ ഭാഗം, ഒറ്റ ശരീരമുള്ള ഒരാൾക്ക് അതിൽ ഉൾപ്പെടുന്നതാണ്, ഒറ്റയായിട്ട് പ്രവർത്തിക്കുന്ന സാധനമാണ് ശരീരം, ബ്രെയിൻ, നമ്മളെ ബിഹേവിയർ എല്ലാം കൂടി. അത് അകത്തേക്കും പുറത്തേക്കും പ്രവർത്തിക്കുന്നുണ്ട്. അത് രണ്ടും കൂടി ചേർന്നതാണ് ഈ സെൽഫ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം അകത്തേക്കും പുറത്തേക്കും
പ്രവർത്തിക്കുന്ന എൻ്റെ ഈ മനസ്സ് അല്ലെങ്കിൽ എൻ്റെ ബ്രെയിൻ എന്ന് പറഞ്ഞ എല്ലാ സാധനവും കൂടി ചേർന്ന ഒരൊറ്റ സാധനം, ടോട്ടൽ. അതാണ് ടോട്ടാലിറ്റി. അപ്പോൾ ആ ഞാനാണ് ഇല്ലാതാവുന്നത്. ആ ഞാനാണ് ഈ ചെറിയ ഈ എവിടെയോ ആരോ വാറ്റിയെടുക്കുന്ന പൈസയ്ക്ക് വേണ്ടി വാറ്റിയെടുത്ത് അവൻ വിറ്റ് കാശാക്കുന്ന ഈ അവൻ്റെ ആർത്തിക്ക് വേണ്ടിയാണ് അവൻ്റെ ആർത്തി. അവന് കോടികൾ ഉണ്ടാക്കണമെന്നോ പണം ഉണ്ടാക്കണമെന്നും അവൻ്റെ ആർത്തിക്ക് വേണ്ടി അവനുണ്ടാക്കുന്ന സാധനമാണത് നാടൻ ചാരായമൊക്കെ. ഒരു ഉദാഹരണം ഞാൻ പറയാം, ഒരു ചെറിയ ഉദാഹരണം. ഞാൻ നേരത്തെ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു വലിയ മലയുടെ താഴെ, ആ മലയിൽ കുറേ ദരിദ്രരായിട്ടുള്ള ആൾക്കാർ, വളരെ ദരിദ്രരായിട്ടുള്ള ആൾക്കാർ. അതിൽ ഒരു 3/4 ആൾക്കാരുടെ പ്രധാന തൊഴിൽ എന്താണെന്ന് വെച്ചാൽ ചാരായം വാറ്റലാണ്. കുടുംബത്തിലെ എല്ലാവരും ചാരായം വാറ്റും. ചാരായം വാറ്റിയിട്ട് ആ ചാരായം പല സ്ഥലങ്ങളിൽ, നാട്ടിൽ പല സ്ഥലത്തും പല ബാറുകളിൽ വരെ എത്തിക്കും. വലിയ ഉഗ്രൻ ബാറുകളിൽ തന്നെ, സിറ്റിയിലുള്ള ബാറുകളിലേക്ക് ആ ചാരായം എത്തിക്കും. ആ ചാരായം പോലീസ് പിടിക്കാതിരിക്കാനായിട്ട് എത്രയോ തന്ത്രപൂർവമാണ് സ്വന്തം വീട്ടിലെ കുട്ടികളുടെ സ്കൂൾ ബാഗുകളിൽ പ്ലാസ്റ്റിക് കവറുകളിൽ നിറച്ച് അത് നഗരത്തിലെ പ്രത്യേക മുന്തിയ ബാർ ഹോട്ടലുകളിൽ എത്തിക്കും. അവിടെ നിന്നും ഈ ചാരായം, ഈ നാടൻ ചാരായം, അവരെത്തിക്കുന്ന ഈ സാധനം ഫ്ലേവറിങ് ഏജന്റ് ചേർത്ത് ബെവറേജ് ആക്കിയിട്ട് അത് കുടിക്കുന്നു ആൾക്കാർ. അത് കുടിക്കുന്നു. അപ്പോൾ അവർക്ക് കിട്ടുന്ന പണത്തിൻ്റെ എത്രയോ എത്രയോ ഇരട്ടി പണം ആണ് അത് വലിയ ഭംഗിയുള്ള ഗ്ലാസ്സുകളിൽ, അത് അവിടെ ആ ബാറുകളിൽ വന്ന് കഴിക്കുന്ന ആളുകളൊക്കെ. അപ്പോൾ ഞാൻ കഴിക്കുന്ന അവരെ പറ്റിയല്ല, അവിടെ ആ മദ്യം ഉണ്ടാക്കി അവിടെ ജീവിച്ച ആളുകളെ പറ്റി കുറച്ച് കാര്യം പറയാം. അവിടെ ജീവിച്ച പല ആളുകളും ഈ മദ്യം കഴിക്കുകയും മദ്യം ഉണ്ടാക്കുകയും ചെയ്തു. ഒരു 10-15 വർഷത്തിനുള്ളിൽ തന്നെ അതിൽ നല്ലൊരു ശതമാനം ആളുകളും ക്രോണിക് ആൽക്കഹോളിസം എന്ന് പറഞ്ഞാൽ ഈ ആയുഷ്കാലം നീളുന്ന ഈ മദ്യപാന രോഗത്തിൽ, ഈ മാനസിക രോഗത്തിന് അടിപ്പെട്ടു. അവർ ചാരായം മാറ്റി ഇങ്ങനെ കൊണ്ട് കൊടുത്തെങ്കിലും അതിൽ വളരെ ചുരുക്കം ആൾക്കാർ മദ്യം കഴിക്കാതെ ചാരായം മാറ്റി വിറ്റ് കുറച്ച് കോടീശ്വരന്മാർ അവിടെ വിട്ട് വേറെ സ്ഥലത്തേക്ക് പോയി. അവിടെ ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം പാവങ്ങളും അവർ മദ്യത്തിന് അടിപ്പെട്ട് അതിൽ എനിക്ക് ഒരു 40% പേര് ആത്മഹത്യ ചെയ്തു. പുരുഷന്മാർ. സ്ത്രീകളൊക്കെ അവരൊക്കെ പലതരത്തിലും അവരുടെ ബന്ധങ്ങളെല്ലാം, അവരുടെ കുടുംബമൊക്കെ തകരാറിലായിട്ട് പലതരത്തിലും സെപ്പറേഷൻ, അങ്ങനെ അവർ ജീവിച്ചു. അങ്ങനെ അവർക്ക് അവസാനം രക്ഷയില്ലെന്ന് കണ്ട് അവർ അവിടെ വലിയൊരു വിപ്ലവം നടന്നു. അതിന് ചുറ്റുപാടുള്ള ആളുകളും കുറച്ച് രാഷ്ട്രീയ പാർട്ടി, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് അവിടെ ഒരു ഭയങ്കര വിപ്ലവം. അവിടെ ആ മലയുടെ മുകളിലേക്ക് എരച്ച് കയറി അവിടെ ചാരായം വാറ്റിയിരുന്ന എല്ലാ സംഗതികളും അവർ നശിപ്പിച്ചു. വാറ്റിയ ആളുകളെ അടിച്ച് അവർ ഓടിച്ചു പല സ്ഥലത്തേക്കും. ആ നാട് വിടാൻ പ്രേരിപ്പിച്ചു. അവിടുന്ന് എത്രയോ വർഷങ്ങളായിട്ട് പോലീസുകാർക്ക് സാധിക്കാത്ത കാര്യമാണ്. അപ്പോൾ അവിടുത്തെ ആത്മഹത്യയുടെ എണ്ണം, അവിടുത്തെ സ്ത്രീകളുടെ വിഷമങ്ങൾ, കുട്ടികൾ, ഒരു 15-20 വയസ്സാകുമ്പോഴേ കുട്ടികളും മദ്യപാനികളും ഭയങ്കര ക്രിമിനൽ കേസുകളിലെ പ്രതികളും ഒക്കെ ആയിട്ട് അവർ നശിച്ചു. അതിലെപ്പോഴും ഞാൻ പറയാറുള്ള ഒരു ഉദാഹരണമാണ്, ഉള്ള പേര് ഞാൻ വിട്ടുപോയി. ഒരു പെണ്ണ് എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്ന അവ എപ്പോഴും പറയായിരുന്നു, എൻ്റെ ഭർത്താവ് മദ്യം വാറ്റി. ഞാനതിനെതിരായിരുന്നു. പക്ഷേ മദ്യം വാറ്റി ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അയാൾ തൂങ്ങി മരിച്ചു. അയാൾ മരിച്ചു. ഞാൻ അയാളുടെ പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങി. ശാരീരിക മാനസികമായിട്ടുള്ള എല്ലാ പീഡനങ്ങളും ഏറ്റുവാങ്ങി.
ജീവിച്ചില്ല സാർ, ഞാൻ ജീവിച്ചില്ല, ഞാൻ മരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടി, എനിക്കൊരു ആൺകുട്ടിയുണ്ട്, അവൻ വിദേശത്തേക്ക് പോകണം. അവിടെയൊക്കെ മദ്യം കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതികഠിനമായിട്ട് ഞാനിപ്പോൾ എൻ്റെ മനസ്സ് വിങ്ങുന്നു. കാരണം അവൻ നാളെ പോവുകയാണ്. അവൻ പോകുമ്പോൾ അവൻ അവിടെ ചെന്ന് മദ്യപാനിയായി അവൻ്റെ അച്ഛനെ പോലെ മരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നീ അവിടെ ചെന്ന് നിന്റെ അച്ഛനെ പോലെ ഒരു മദ്യത്തിന് അടിപ്പെട്ട ഒരു ആളായിട്ട് സ്വയം ഇല്ലാതാവുകയാണെങ്കിൽ നിനക്ക് നിന്റെ അമ്മയുടെ ശരീരം ഇവിടെ ഉണ്ടാവും, അത് മരിച്ചിരിക്കും, അമ്മയുടെ ശരീരം. അപ്പൊ അവൾ ആത്മഹത്യ ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ എത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു ചിത്രമാണ്, നിങ്ങൾ അറിയാത്തൊരു ചിത്രമാണ് ഞാനിപ്പോ ഈ പറഞ്ഞത്. നിങ്ങൾക്ക് അതൊക്കെ ഊഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ മദ്യാസക്ത രോഗം അവിടെ ഭീകരമായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിലെ അവിടുത്തെ ഫാർമസിസ്റ്റ്, അവിടുത്തെ നേഴ്സിംഗ് അസിസ്റ്റന്റ്, അവിടുത്തെ സ്റ്റാഫ് നേഴ്സ് ഒഴിച്ച് എല്ലാവരും മദ്യപിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ആ ആശുപത്രിയിൽ ജോയിൻ ചെയ്യാൻ വരുന്നത്. അപ്പോൾ 8 മണിക്ക് തുറക്കേണ്ട ആശുപത്രി 10 മണിക്ക് അടച്ചു പൂട്ടിയിട്ടാണ്, ഫുള്ളായിട്ട് മദ്യം കഴിച്ചിട്ടാണ് ഫാർമസിസ്റ്റ് ഒരു ജീപ്പിൽ വന്ന് ഇറങ്ങുന്നത്. അയാളോടാണ് ഞാൻ ആശുപത്രിയിൽ ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ, എവിടെയാണ് ഈ ആശുപത്രി, ഞാനവിടെ ജോയിൻ ചെയ്യാൻ വന്ന ഡോക്ടറാണ് എന്ന് പറഞ്ഞപ്പോൾ, സാർ സാർ എന്തിനാണ് ഇങ്ങനെ ആശുപത്രിയിലേക്ക് വരുന്നതെന്നാണ് അയാൾ ചോദിക്കുന്നത്. അവിടെ ആശുപത്രിയിൽ അങ്ങനെ കൃത്യമായിട്ട് ആശുപത്രി തുറക്കുകയും അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയോ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമില്ല. അവിടെ ഇങ്ങനെ മദ്യപന്മാർ നടത്തുന്ന ഒരു ആശുപത്രിയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഈ രാജ്യത്ത് ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ മദ്യാസക്ത രോഗം എല്ലാവരും ഒരു സമൂഹത്തിന് ഒക്കെ ഇതായിട്ടുണ്ട്. ഇതെന്താണ് ഈ രോഗം എന്ന് അറിയണമെങ്കിൽ ഞാൻ ഈ മദ്യാസക്ത രോഗത്തിൻ്റെ ഉപയോഗം കൊണ്ട് ഇവർ ഒരു 11 കാര്യങ്ങളോളം ഉപയോഗിക്കുന്നവർ നടത്തുന്നുണ്ട്. ആ ഉപയോഗത്തിൽ വെറും രണ്ടെണ്ണം ഉണ്ടെങ്കിൽ രോഗം നിർണയിക്കാം. ഇതിൽ 11 കാര്യത്തിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ മദ്യത്തിന് അടിപ്പെട്ട് സ്വയം നഷ്ടപ്പെടാൻ പോകുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കാം. ഞാനത് നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് അത് ശ്രദ്ധാപൂർവം കേൾക്കാൻ പറ്റുവാണെങ്കിൽ കേൾക്കാം. അപ്പോൾ അതാണ് പ്രശ്നഭരിതമായ മദ്യപാനം. അതാണ് പ്രശ്നഭരിതമായ മദ്യപാനം എന്ന് പറഞ്ഞാൽ മദ്യപാന രോഗം, മദ്യപാന മാനസിക രോഗം, സ്വഭാവ രോഗം. അപ്പോൾ ആദ്യം മദ്യം ലാർജ് ക്വാണ്ടിറ്റി, ഉയർന്ന അളവിൽ കഴിക്കുന്നു, വളരെ നീണ്ട കാലം. എപ്പോഴും ഒരു ആഗ്രഹം അയാളുടെ ഉള്ളിലുണ്ട്, ഇത് നിയന്ത്രിക്കണം, നിർത്തണം. ആരും അറിയാത്തൊരാഗ്രഹം അയാളുടെ ഉള്ളിലുണ്ട്. ഇതെനിക്ക് വേണ്ട, എനിക്ക് ഉപദ്രവമാണ്, നിർത്തണം. പക്ഷെ അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ അയാൾക്ക് കഴിവില്ല. അതാണ് രണ്ടാമത്തെ സംഗതി. അയാൾ ഒത്തിരി സമയം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു. അയാളുടെ ജീവിതത്തിൻ്റെ നല്ല സമയം, അതായത് ഉറങ്ങുന്നതിനും ജോലി ചെയ്യുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും ഉത്തരവാദിത്വങ്ങളൊക്കെ ചെയ്യേണ്ടത് വേണ്ട ആ ജീവിതത്തിൽ ബഹുഭൂരിപക്ഷം സമയവും മദ്യം കണ്ടുപിടിക്കാൻ, അവിടെ എത്തിച്ചേരാൻ, അത് ഉപയോഗിക്കാൻ, അതിൽ നിന്ന് ഒന്ന് പുറത്തു വരാൻ, അതിനുശേഷം എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ, ഇതൊക്കെയാണ് അയാൾ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം അയാൾ ചെലവഴിച്ചേക്കുന്നതാണ്. മദ്യം കണ്ടുപിടിച്ച് എത്തിച്ചേരാനായിട്ട് ആരെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലാൻ, അത് ഉപയോഗിക്കാൻ, ആ ഉപയോഗത്തിൻ്റെ സമയത്തുള്ള ആ ഇഫക്റ്റിൽ നിന്നും അതിൻ്റെ റിസൾട്ട് മയക്കമാണല്ലോ.
അതിൽ നിന്ന് രക്ഷപ്പെട്ട് പിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ അല്ലെങ്കിൽ വീട്ടിൽ എത്തിച്ചേരാൻ ഇതിനൊക്കെ വേണ്ടിയുള്ള സമയം. അപ്പോൾ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്ഥലകാല സമയം ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട, ഈ സ്ഥലവും കാലവും സമയമാണ് നമ്മൾ ഈ ലോകമായിട്ടുള്ള ബന്ധം. അതിൽ ഇയാളുടെ ജീവിതത്തിലെ ഭൂരിഭാഗം സമയം അതിനു വേണ്ടിയാണ്, മദ്യത്തിൻ്റെ ഇതിനു വേണ്ടിയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ലഹരി ഉണ്ടെങ്കിൽ, മറ്റു ലഹരി ഉണ്ടെങ്കിൽ അതിനു വേണ്ടി. നാലാമത്തെ അയാളുടെ പ്രശ്നം കഠിനമായ ഒരു ആർത്തി, അതികഠിനമായ ഒരു ആർത്തി. അതിനെപ്പറ്റി ഓർക്കുമ്പോഴേ തന്നെ അയാൾക്ക് ചിലപ്പോൾ വായിൽ വെള്ളം വരുന്നു. ഓർമ്മകൾ അയാളെ പലതരത്തിലും വേട്ടയാടുന്നു, ജോലിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. മദ്യം ഉപയോഗിക്കാനുള്ള ഒരു അർജ് എന്ന് പറഞ്ഞാൽ അർജന്റ്. അയാൾക്കൊരു അർജന്റായിട്ടുള്ള സംഗതിയാണ് മദ്യപാനം, മദ്യം ഉപയോഗിക്കുക എന്നുള്ളത്. അത് നീട്ടിവെക്കാൻ പറ്റില്ല അയാൾക്ക് ആ അവസ്ഥയിൽ നിന്ന്. അഞ്ചാമത്തെ പോയിന്റ് ഇതാണ്, ഫെയിലിയർ. അയാൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ജീവിതത്തിൽ അത് സാധിക്കുന്നില്ല. ഫെയിലിയർ എവിടെയൊക്കെ? അയാളുടെ ഉത്തരവാദിത്തങ്ങൾ, കടമകൾ, ജോലിയിൽ, അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, അയാളുടെ സ്വന്തം വീട്ടിൽ അയാളുടെ ഉത്തരവാദിത്തം, കടമ അത് നിർവഹിക്കാൻ പറ്റുന്നില്ല. ആറാമത്തെ കാര്യം, അയാൾക്കെതിരായിട്ട് ഇത് ഉപയോഗിക്കാതിരിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും അയാൾ ഉപയോഗിച്ചു പോവുക. അപ്പോൾ അയാളൊരു വളരെ സൂക്ഷ്മതയുള്ളൊരു ജോലി ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം, കുറേ ആൾക്കാരുടെ ഉത്തരവാദിത്തം അയാൾക്കുണ്ട്. അതൊന്നും സാധിക്കുന്നില്ല അയാൾക്ക്. ആ സാമൂഹ്യമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഒക്കെ അവതാളത്തിലായി പോകുന്നു. അയാൾ ജോലി ഉണ്ടെങ്കിൽ അതിന് അവിടെ ഒന്ന് പിരിച്ചുവിടപ്പെടുന്നു. അതുപോലെ പല സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങൾ, ജോലിപരമായ കാര്യങ്ങൾ, വിനോദങ്ങൾ, അതിലൊന്നും അയാൾക്ക് പങ്കെടുക്കാൻ മദ്യം ഉപയോഗിക്കുന്നതുകൊണ്ട് സാധിക്കുന്നില്ല. അതിൽ നിന്നൊക്കെ അയാൾക്ക് വിട്ടു നിൽക്കപ്പെടേണ്ടി വരും. അയാൾക്ക് ഈ ജീവിതം സന്തോഷത്തോടു കൂടി അയാൾക്ക് സാമൂഹ്യമായിട്ട് ആളുകളുമായിട്ട് നല്ലോണം ബന്ധപ്പെട്ട് തൻ്റെ ജോലിയൊക്കെ നല്ല ഭംഗിയായിട്ട് നിർവഹിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. അതുപോലെ നമ്മൾ മദ്യം ഉപയോഗിച്ചാൽ ശാരീരികമായിട്ടുള്ള കുഴപ്പം കൊണ്ട് അപകടം സംഭവിക്കുന്ന ഡ്രൈവിംഗ് പോലെയുള്ള കാര്യങ്ങളിൽ അയാൾ ഏറ്റവും നിസ്സാരമായിട്ട് അതിനെ കണക്കാക്കുന്നു. മദ്യം കഴിച്ചുകൊണ്ട് അയാൾ ഡ്രൈവ് ചെയ്യാൻ സാഹസം കാട്ടുന്നു. അതുപോലെ 9ാമത്തെ പോയിന്റാണ്, അയാൾക്ക് ശാരീരികമായിട്ടുള്ള ഒത്തിരി കുഴപ്പമുണ്ടായി, മാനസികമായി തകർന്നടിഞ്ഞിട്ടുണ്ട് അയാൾ. പക്ഷേ അത് മദ്യം കഴിച്ചപ്പോഴെല്ലാം കൂടുകയും ചെയ്തിട്ടുണ്ട്. ഇത്ര അറിവുണ്ടായിട്ട് അത് വീണ്ടും അയാൾ അത് ആവർത്തിക്കുന്നു. ഒരു ഇടക്കാലത്തൊന്ന് നിർത്തിവെച്ചെങ്കിൽ അയാൾ കഠിനമായിട്ട് അത് ആവർത്തിക്കാൻ തുടങ്ങുന്നു. അതുപോലെ അയാളുടെ മദ്യത്തിൻ്റെ അളവ് കൂടിക്കൂടി ഒരു വല്ലാത്തൊരളവിലെത്തുന്നു. ആ അളവ് അയാൾ ആഗ്രഹിക്കുന്ന അത്രയും എത്തിയില്ലെങ്കിൽ അന്നത്തെ ദിവസം അയാൾക്ക് കൈ വിറയ്ക്കുന്നു, ശരീരം വിറയ്ക്കുന്നു, പല ബാറുകളിൽ കയറി ഇറങ്ങേണ്ടി വരുന്നു, പല ആൾക്കാരോട് എരന്ന് മദ്യം മേടിക്കേണ്ടി വരുന്നു. അങ്ങനെ വളരെ ടോളറൻസ് എന്ന് പറയും, മദ്യം ശരീരത്തിന് കൂടുതൽ അളവിൽ ആവശ്യമുള്ള ഒരു അവസ്ഥയിൽ അയാൾ എത്തിച്ചേർന്നു. അതിൽ നിന്ന് കൂട്ടാനും പറ്റില്ല, കുറയ്ക്കാനും പറ്റില്ല. അത് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. കൂട്ടുമ്പോൾ അയാൾ വയലൻ്റ് ആവും, അയാളുടെ പ്രോപ്പർട്ടികളൊക്കെ നശിപ്പിക്കും, ചിലപ്പോൾ ആരെങ്കിലും കൊല്ലണം തോന്നും. കുറയ്ക്കാനും ശരീരം സമ്മതിക്കില്ല. കുറയ്ക്കുമ്പോൾ അയാൾ വിറച്ച് തുള്ളും, മായ കാഴ്ചകൾ കാണും, അശരീരി കേൾക്കും, പാമ്പോ മറ്റ് മൃഗങ്ങളോ വന്ന് മുമ്പിൽ നിൽക്കുന്നതായിട്ട് തോന്നും. ഡെലൂഷൻസ്, ഹലൂസിനേഷൻ എന്നൊക്കെ പറയും. തെറ്റായ ആശയങ്ങൾ അയാളുടെ മനസ്സിൽ വരും. ഇപ്പോൾ എന്നെ കൊല്ലാൻ ആരോ പദ്ധതി ഇടുന്നു. ഇത് മാനസിക രോഗത്തിന് തുല്യമാണ്, മനോരോഗത്തിൻ്റെ തുല്യത ആണത്. അതുകൊണ്ടാണ് ഇതിനെ മനോരോഗം എന്ന് പറയുന്ന കാരണം. അതുപോലെ പിന്മാറ്റ ലക്ഷണത്തിൻ്റെ ഉള്ളിൽ അയാൾക്ക് അപസ്മാരം വരാം. ആ അപസ്മാരത്തിൻ്റെ ഉള്ളിൽ
ഈ പറഞ്ഞ അശരീരി കേൾക്കലും ഒക്കെ വരാം. ചിലപ്പോൾ ശക്തമായിട്ടുള്ള പനിയും അതുപോലെ വിഭ്രാന്തി, വിയർപ്പ്, അയാൾ ഒരു കഠിനമായിട്ടുള്ള ഒരു അപസ്മാരത്തിൻ്റെ ഉള്ളിൽ അയാൾ മരിക്കാം. അതുപോലെ അയാൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ടുണ്ടാവും. അയാൾ എന്തെങ്കിലും ഒരു മരുന്നൊക്കെ കുറിച്ച് കൊടുത്തിട്ടുണ്ടാവും, എന്തെങ്കിലും ഒരു ഡ്രിപ്പൊക്കെ ഇട്ടിട്ടുണ്ടാവും. അയാൾ വിചാരിച്ചു അതാണ് ചികിത്സ, അതുകൊണ്ട് ഞാൻ ശരിയാവും. പക്ഷെ അടുത്ത ദിവസം തന്നെ അതികഠിനമായിട്ടുള്ള ഒരു പുനർപതനത്തിലേക്ക് അയാൾ വീണ്ടും പോകും. അപ്പം ഇങ്ങനെ ഉള്ള ഈ രോഗം ചിലപ്പോൾ കുറേ നാളുകൾ അയാൾ ജോലിയെപ്പറ്റി ഓർത്ത് ജോലി നിർത്തി കഴിഞ്ഞാൽ അയാൾക്കും കുടുംബത്തിനും കഴിയാൻ പൈസ ഇല്ലാതാവും. അതുകൊണ്ട് ജോലി ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് സമയം അയാൾ ചെലവഴിക്കും. നല്ലൊരു ശതമാനം പൈസ അയാളുടെ മദ്യപാനത്തിന് വേണ്ടി ചെലവഴിക്കും. അങ്ങനെ ജോലി കൊണ്ട് മദ്യവും കഴിക്കാം, ജീവിക്കുകയും ചെയ്യാന്നുള്ള. പക്ഷെ ശരീരം അത് സമ്മതിക്കില്ല, കൂടുതൽ അളവ് വേണ്ടി വരും. അത് ആ മൈൽഡായിട്ടുള്ള അവസ്ഥയിൽ നിന്ന്, ആ ചെറിയ അവസ്ഥയിൽ നിന്ന് അത് വലിയ അവസ്ഥയിലേക്ക് പോകും. ആ വലിയ അവസ്ഥയിൽ നിന്ന് അവയവങ്ങൾക്കൊക്കെ കേടുപറ്റുന്ന ഒരു ദീർഘകാലം, ഒരു 15 വർഷം അയാൾ മരണത്തെ നേരിടേണ്ടി വരും. ഒന്നില്ലെങ്കിൽ ഒരു കരൾ രോഗം, കടുത്ത ഒരു 100-ൽ 15 പേർക്ക് വരുന്ന ഒരു കരൾ രോഗം കൊണ്ട് ഒരു സമയത്ത് അയാളുടെ കരൾ പ്രവർത്തിക്കാതായിട്ട് അയാൾ രക്തം ഛർദ്ദിച്ചോ അല്ലെങ്കിൽ കരളിൻ്റെ പ്രവർത്തനത്തിന് ഫെയിലിയർ വന്നിട്ടോ അയാൾ മരിക്കും. അപ്പോൾ അതുവരെ അയാൾക്ക് വലിയ വേദനയൊന്നും ഉണ്ടാവില്ല. മദ്യത്തിലുള്ള ആർത്തി, അയാൾ അറിയാത്ത കരൾ രോഗം, ചിലപ്പോൾ അയാൾ ഒരു ടെസ്റ്റുകളും ചെയ്തിട്ടുണ്ടാവില്ല. അവസാനത്തെ ടെസ്റ്റ് ഒരു അൾട്രാസൗണ്ടും ഒരു ലിവർ ഫങ്ഷനും ആയിരിക്കും. അതിൻ്റെ അടുത്ത നാളിൽ ചിലപ്പോൾ രക്തം ഛർദ്ദിച്ച് അയാൾ മരിക്കുകയും ചെയ്യും. അപ്പോൾ അയാളെ പറ്റി കെയർ ചെയ്യുന്നില്ല. അയാൾ വലിച്ചെറിഞ്ഞേക്കാണ് അയാളുടെ ശരീരവും അയാളുടെ പ്രധാനപ്പെട്ട അവയവത്തിനൊക്കെ എന്താ പറയുക, അയാളുടെ ശരീരത്തിനെ പറ്റി അയാൾക്ക് യാതൊരു ചിന്തയില്ലാതെ അത് വലിച്ചെറിഞ്ഞ് കളഞ്ഞേക്കാണത്. അപ്പോൾ അങ്ങനെ എറിഞ്ഞ് കളയാനുള്ള ഒരു സാധനമാണ് നമ്മുടെ ശരീരം. ഇതിപ്പോൾ ഞാൻ ഒരു രോഗത്തിൻ്റെ കാര്യം, അനേകം രോഗങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അത് ഞാൻ എന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്കറിയാം 6-7 തരത്തിലുള്ള ക്യാൻസറുകൾ വരുന്നുണ്ട്. വേണ്ട, അയാൾ ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് എന്തൊക്കെ സംഭവിക്കാം. മരണത്തിനടുത്ത് വരെ എത്തുന്ന ഒരു പ്രശ്നം അയാൾക്കുണ്ടാകാം. അല്ലെങ്കിൽ ഒരു ആയുഷ്കാലം മുഴുവൻ അയാൾ തളർന്ന് കട്ടിലിൽ കിടക്കേണ്ടി വരും. അയാളുടെ കുടുംബം അനാഥമാകുന്ന അവസ്ഥയിൽ പോകാം. പക്ഷെ ഇതൊന്നും അയാളുടെ തലച്ചോറിൽ ആ ഐഡിയ, ആ ആശയങ്ങൾ ഓടുന്നില്ല. അയാൾ ഇല്ലാതാകുന്നതിനെ പറ്റി, ആ സെൽഫ്, ഞാൻ എന്ന ശരീരവും മനസ്സും ഇല്ലാതാകുന്ന ആ അവസ്ഥയെപ്പറ്റി ഒരു ചിന്ത അയാൾ ഓടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ദിസ് ഈസ് എ ബ്രെയിൻ ഡിസീസ്. ഇതൊരു ക്രോണിക് പ്രോഗ്രസീവ് ബ്രെയിൻ ഡിസീസ്. നിങ്ങൾ ലോകത്തിലെ ഏത് പുസ്തകം മദ്യപാനത്തെ പറ്റി പറയുന്നത്, അല്ലെങ്കിൽ ഏത് ഡിക്ഷണറി എടുത്ത് നോക്കിക്കോളൂ, എന്താണ് ഈ മദ്യപാന രോഗം? ഇറ്റ്സ് എ ക്രോണിക് പ്രോഗ്രസീവ് ബ്രെയിൻ ഡിസീസ്. അതായത് ഒരു ആയുഷ്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന, തലച്ചോറിൻ്റെ കഴിവുകളെ മുഴുവൻ നശിപ്പിക്കുന്ന തലച്ചോറിൻ്റെ രോഗം. ആ രോഗം തുടങ്ങുന്നത് തലച്ചോറിലാണ്, വളരുന്നത് തലച്ചോറിലാണ്, അത് മരണത്തിലൂടെ അവസാനിക്കുന്നു തലച്ചോറിൽ തന്നെ. മരണം അല്ലാതെ അത് അവസാനിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് നിങ്ങളിരിക്കുന്ന ഈ ആൽക്കഹോളിക്സ് അനോണിമസ്. മരണത്തെ ഒഴിവാക്കി കളഞ്ഞൊരു ജീവിതത്തെ തിരിച്ചു പിടിക്കാനുള്ള ഒരു പരിപാടിയാണ്. അങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ റിലാപ്സ് എന്ന് പറഞ്ഞൊരു സംഗതി, ഒരു കാര്യത്തെ പറ്റി ആലോചിക്കാൻ പോലും സമയമില്ല, ആലോചിക്കാൻ പോലും പറ്റില്ല അവിടെ. കാരണം അത്രമാത്രം ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം ഞാൻ എന്ന് പറഞ്ഞ സാധനം ഇല്ല അടുത്ത ഒരു സമയത്ത് ഞാനില്ല ഇവിടെ. അതുപോലെ എന്നെ ആശ്രയിക്കുന്നവരുമില്ല. ഞാൻ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യുന്ന
എൻ്റെ ജോലി, അതിൽ എൻ്റെ മക്കള്, എൻ്റെ ബന്ധുക്കള്, എൻ്റെ ഭാര്യ, അങ്ങനെ അനേകം ആളുകൾ ഉണ്ടാകാം. ചിലപ്പോൾ ഞാൻ നല്ലൊരു ജോലിയായിരിക്കും ചെയ്യുന്നത്, പക്ഷെ അവരാരും എന്നിൽ നിന്ന് ഒരു ഗുണം പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ ഞാൻ അല്ലാതാകുന്നു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ പല ആൾക്കാരും വിചാരിക്കാം ഞാനൊരു കൺട്രോൾഡ് ഡ്രിങ്കറാണ്, ഞാൻ ഒരു എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു നിയന്ത്രണമുണ്ട്, ഞാൻ ഇത്ര പെഗ്ഗേ കഴിക്കുള്ളൂ, അത് കഴിഞ്ഞാൽ കഴിക്കില്ല. ഇവിടെയാണ് വാസ്തവത്തിൽ നമ്മളല്ലാതാകുന്നത്. കാരണം വെച്ചാൽ ഈ അറിവ് ഒരു സ്റ്റുപ്പിഡായിട്ടുള്ള അറിവാണത്. കാരണം ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അനേക അവസ്ഥകൾ ഉള്ളൊരു മനുഷ്യനാണ്. അനേക അവസ്ഥകൾ അയാൾക്കുണ്ട്. ഇന്നത്തെ അവസ്ഥയല്ല, ചിലപ്പോൾ നാളെ, അതിൻ്റെ അടുത്ത ദിവസം ജീവിതത്തിലെ സംഭവങ്ങൾ, ജീവിതത്തെ സ്പർശിക്കുന്ന കാര്യങ്ങൾ, സ്വന്തം കാര്യങ്ങൾ, കൂടെ ജീവിക്കുന്നവരുടെ കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഈ അവസ്ഥകളിലൊക്കെ നമ്മൾ ഓരോ വികാരങ്ങൾ, അതനുസരിച്ച് ആ വികാരങ്ങളെ നമ്മൾ എങ്ങനെ നേരിടുന്നു, അത് ഒരു മദ്യാസക്തനല്ലാത്ത ഒരാൾക്ക് ആ ജീവിതാവസ്ഥകളെ സമചിത്തതയോടെ, മനസ്സ് അയാളുടെ കൂടെയുണ്ട്, അയാളുടെ ഉത്തരങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം അയാളുടെ മനസ്സ് നടത്തിക്കൊടുക്കും. അതാണ് ബുദ്ധിശക്തി. പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള അയാളുടെ കഴിവാണത്. അയാൾ പരിഹരിക്കുകയും ചെയ്യും. നേരെ മറിച്ച് ഒരു മദ്യാസക്തൻ അത് പരിഹരിക്കുന്നത് ഭയങ്കര അപകടങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ കൂടിയാണ്, ഭയങ്കര കുഴപ്പം പിടിച്ച കാര്യത്തിൽ കൂടിയാണ് അയാൾ ഇതിനൊക്കെ നേരിടുന്നത്. അവിടെയാണ് ആ പ്രശ്നം. അതിൽ അയാളുടെ മാനസിക അവസ്ഥകൾ മറികടക്കാനായിട്ട് അയാൾക്ക് മദ്യം ഒരു മരുന്നാണ്. അയാളെ മയക്കിക്കിടത്താനോ ഉറക്കിക്കിടത്താനോ ഒക്കെ അതിന് കഴിവുണ്ടാവും. അങ്ങനെയുള്ള കിടത്തം അയാൾ കൂടുതൽ ഇഷ്ടപ്പെടും. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അയാൾക്ക് പലപ്പോഴും കഴിയാറില്ല. ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ മദ്യം അയാൾക്ക് വേണ്ട ഒരു സാധനമാണെന്ന് മനസ്സിലാക്കി തലച്ചോറ് അയാളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ ഏറ്റവും വിലപ്പെട്ട ഒരു അവയവം അയാൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നു. എങ്ങനെ? അത് കൂടുതൽ ഇഷ്ടപ്പെടുന്നു, അതിനോട് കൂടുതൽ ഒട്ടിപ്പിടിക്കുന്നു. അയാളുടെ എല്ലാ വിഷമങ്ങളിലും അതൊരു മരുന്നായിട്ട് ഉപയോഗിക്കാൻ അയാളെ പ്രേരിപ്പിക്കുന്നു, നിർബന്ധിക്കുന്നു. അതുകൊണ്ടാണ് അയാൾ അങ്ങനെയുള്ളൊരു സിനിമ കണ്ടാൽ അയാൾക്ക് ഊർജം കിട്ടും. ചിലപ്പോൾ പല സിനിമകളിലെയും ചില സീനുകൾ മദ്യത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള രോഗികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കുറേ സീനുകളുണ്ട്. ആ സിനിമ കാണാനായിട്ട് മദ്യം കഴിക്കുന്ന ആ സുഹൃത്ത് എത്ര പ്രാവശ്യം പോകുമെന്ന് നമുക്കറിയാം. അയാൾ ആ സീൻ ഇഷ്ടപ്പെടുന്നു. എന്താണ് അത്? അയാളാണത്. അയാളെ കാണാൻ വേണ്ടിയാണ് അയാളെ സിനിമ ആവർത്തിച്ച് കാണാൻ പോകുന്നത്. അപ്പോൾ അതൊരു ആർത്തി തന്നെയാണ്, പണം ഉണ്ടാക്കാനുള്ള ഒരു ആർത്തി തന്നെയാണത്. ഞാൻ പറഞ്ഞില്ലേ, ചാരായം വാറ്റി വിൽക്കുന്ന അതേ പരിപാടി തന്നെയാണ് ആ സിനിമയിൽ ഉൾപ്പെടുത്തിയേക്കണത്. അപ്പോൾ അതൊക്കെ നമ്മൾ ബുദ്ധിജീവികളും ആചാര്യന്മാരും ഒക്കെ അതിനെ ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെൻറ്റിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്, ഒരു 2 സെൻറ്റൻസിൽ അത് നിർത്തും. അങ്ങനത്തെ പരിപാടികളിൽ കൂടി ഒന്നും ഇതാകുന്ന പരിപാടിയല്ല അത്. അത് ഭീകരമാണ്. ജീവിതമാണ്, ജീവനാണ് അവിടെ. എത്രയോ ആൾക്കാർ ഈ വലിയ മദ്യപാനികളായ മഹാനടന്മാരുടെ മദ്യപാന രംഗം ആഘോഷിച്ച് കാണാനായിട്ട് എത്രയോ പ്രാവശ്യം ആ സിനിമ ആവർത്തിച്ച് കണ്ട 15 പ്രാവശ്യം 20 പ്രാവശ്യമൊക്കെ സിനിമ കണ്ടെന്ന് പറയുന്ന എത്രയോ ആളുകൾ എനിക്കറിയാം. എന്താണ് അതിൻ്റെ കാരണം? മദ്യാസക്തി തലച്ചോറിൻ്റെ രോഗമാണെന്നുള്ള തെളിവാണത്. അയാളുടെ തലച്ചോറ് തന്നെയാണ് അയാളെ ചതിക്കുന്നത്, അതിനെ ബലപ്പെടുത്തുന്നത്. അത് ഉപയോഗിക്കാൻ ബലപ്പെടുത്തുന്ന ഒരു സ്വഭാവ രീതി ഉണ്ട്, അതിലെ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിലെ ഒരു വികാരം
സന്തോഷമാണ്. സന്തോഷം അല്ലെങ്കിൽ ഒരു ആനന്ദം. ഈ ആനന്ദത്തിന് എല്ലാത്തിനും ആനന്ദം കൃത്രിമമായിട്ടുണ്ടായാലും ശരി എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കും എന്നുള്ള ഏറ്റവും വലിയൊരു വിഡ്ഢിത്തരം നിറഞ്ഞൊരു ചിന്തയും അയാളെ ഭരിക്കുന്നുണ്ടാവും. ഈ ചിന്ത മരിക്കുന്നവരെ അയാളുടെ കൂടെ ഉണ്ടാവും. കുറച്ച് സന്തോഷം, കുറച്ച് ആനന്ദം കിട്ടിയാൽ ജീവിതം മനോഹരമായി, ഓക്കെ ആയി. അപ്പം അതുകൊണ്ട് അത് ഉണ്ടാക്കിയെടുത്താൽ മതി. അത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയെടുത്താലും ഓക്കെ ആയി. അത് ഉപയോഗിച്ചു, ഒന്ന് ഉറങ്ങി, കുറേ ദിവസം തുടർച്ചയായിട്ട് ഉപയോഗിച്ചു, പ്രശ്നങ്ങളില്ലാതെയായി. പക്ഷെ യഥാർത്ഥ പ്രശ്നം മദ്യം ഇല്ലാതെ ജീവിതത്തെ നേരിടാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോഴാണ്. കുറച്ച് നാളൊക്കെ അങ്ങനെ നേരിടും, പക്ഷെ പിന്നീട് തകർച്ചയുടെ ദിനങ്ങളാണ്. മദ്യമില്ലാതെ ജീവിതത്തെ നേരിടുമ്പോൾ അയാൾ തകരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അയാളെ സാമൂഹ്യമായിട്ടുള്ള അവസ്ഥകളിൽ തകർന്നു പോവും. അയാൾ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലും അയാൾ തകരും. അയാൾ കൂടുതൽ മദ്യം ആവശ്യപ്പെടും. കൂടുതൽ രോഗങ്ങൾ, കൂടുതൽ മാനസിക കുഴപ്പങ്ങൾ, ആത്മഹത്യയെ പറ്റിയുള്ള ചിന്തകൾ ഒക്കെ അയാളെ ബാധിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഞാനില്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് ഒരാൾക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? അപ്പം നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഞാൻ ഏത് രീതിയിലുള്ള ഒരു പരിഹാരം കാണാനായിട്ടാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. ഞാൻ നിർദ്ദേശിക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം തന്നെയാണ്. എന്താണ് കാരണം? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിൽ ശാസ്ത്രം നിറഞ്ഞു നിൽക്കുന്നു. മദ്യാസക്ത രോഗത്തിൻ്റെ കാരണവും ആ കാരണത്തിനുള്ള പരിഹാരവും അതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവിതത്തെ തിരിച്ചു പിടിക്കാനുള്ള പരിപാടികളും വളരെ ഭംഗിയായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിൽ നിറഞ്ഞു നിൽക്കുന്നു. ഈ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറഞ്ഞാൽ എന്തോ വെറുക്കപ്പെടേണ്ട ഒരു സാധനമാണെന്നും അതെന്തോ സ്റ്റുപ്പിഡായിട്ടുള്ള ഒരു ഐഡിയ ആണെന്നും പല വിദ്യാസമ്പന്നന്മാരും പല ആചാര്യന്മാരും ഒക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. അങ്ങനെ അവസാനം പല ആൾക്കാരും അടിത്തട്ടിൽ തട്ടിയതിന് ശേഷം ഇതിൽ കൂടിയാണ്, ഈ പ്രോഗ്രാമിൽ കൂടിയാണ് രക്ഷപ്പെട്ടത്. അത് കാരണമുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിൽ കൂടി അങ്ങനെയുള്ള ഒരു അവസാനം രക്ഷപ്പെടാൻ ഒരു സാധ്യത അതെന്തായിരുന്നു? കാരണം ഇത് ഏറ്റവും യുക്തിഭദ്രവും ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. മദ്യാസക്ത രോഗത്തിന് തലച്ചോറിൻ്റെ എല്ലാ ഭാഗത്തെയും ബാധിക്കാനുള്ള കഴിവുണ്ട്. തലച്ചോറിൻ്റെ എല്ലാ ഭാഗത്തെയും. ഇപ്പോൾ ലോകം നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത് തലച്ചോറിൽ കൂടിയാണ്, ഒരു സംശയമില്ല. നിങ്ങളെ ഇന്ദ്രിയപരമായ ധാരണകളിൽ കൂടി നിങ്ങളുടെ ലോകം നിങ്ങൾക്ക് കിട്ടുന്നു. അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നു. ആ ഓർമ്മകളൊക്കെ ഒരു ചിത്രം പോലെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൂക്ഷിക്കുന്നു, ആവശ്യമുള്ളവ പുറത്തെടുക്കുന്നു. അത് നിങ്ങളിൽ ഈ ലോകത്തോട് പെരുമാറുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നു. ഓർമ്മകൾ എങ്ങനെ സൂക്ഷിക്കുന്നു, അതുപോലെ വൈകാരികാവസ്ഥകൾ, നിങ്ങൾക്ക് അനുകൂലമായ വൈകാരികാവസ്ഥ ഏതാണ്, ദോഷം ഉള്ള അവസ്ഥ ഏതാണെന്ന്, ഉപദ്രവമില്ലാത്ത ഏതാണെന്നും, ഉപദ്രവം ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യണമെന്ന് നമുക്കറിയാം. നമ്മുടെ ഉള്ളിൽ അതിൻ്റെ പരിഹാരമുണ്ട്. പക്ഷെ മദ്യാസക്ത രോഗത്തിൽ ആ പരിഹാരമല്ലാതായി മാറും. ഇപ്പോൾ അതിതീവ്രമായിട്ടുള്ളൊരു ദേഷ്യം പല ആളുകൾക്കും ഉണ്ടാകാറുണ്ട്. മദ്യം കഴിക്കാത്ത ആളുകൾക്കും ഉണ്ടാകാം ദേഷ്യം. ആ ദേഷ്യം ആ ദേഷ്യത്തിൽ നിന്ന് അയാൾക്ക് ഹിന്ദി പറയുന്നുണ്ടല്ലോ ആരോ. അതെ, നമ്പർ ഒന്നും മനസ്സിലാവണല്ലോ സാറേ. അതാണ് മ്യൂട്ട് ചെയ്യാനും പറ്റണല്ലോ. ഓക്കെ. മൂപ്പര് ചിലപ്പോ ഈ ലോകത്തല്ലായിരിക്കും.
ഓക്കെ. അപ്പൊ അല്ല, അടുത്ത ആരെങ്കിലും വന്നായിരിക്കും സാറേ. സാറ് പറഞ്ഞ് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അയാളുടെ ആ ദേഷ്യത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ആ ദേഷ്യത്തിന്റെ സാധാരണ ആൾക്ക് ദേഷ്യം ഉണ്ടാകുന്നുണ്ട്. ഒരു സാധാരണക്കാരന്റെ ദേഷ്യവും ഒരു മദ്യാസക്തന്റെ ദേഷ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്താണ് വ്യത്യാസം? ഒരു സാധാരണക്കാരന് ദേഷ്യം വരുമ്പോൾ അവിടെ ശരിയായ കാര്യത്തിന് വേണ്ടി ശരിയായ അളവില് ശരിയായ സമയത്ത് ആരോടാണോ ദേഷ്യപ്പെടുന്നത് ആ ആൾക്ക് ബുദ്ധി ഉണ്ടാകുന്ന രീതിയിലാണ് അയാൾ ആ ദേഷ്യം പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ റൈറ്റ്, ഏതോ അയാളുടെ ഒരു ജസ്റ്റിസ്, അയാളുടെ ഒരു നീതിയെ ലംഘിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അയാൾ എന്നുള്ള മനുഷ്യനല്ലാത്ത രീതിയിൽ ആക്കി ചിത്രീകരിക്കുന്ന എന്തൊരു വാക്ക് പുറപ്പെടുന്നുണ്ട്. അതിനെതിരായിട്ടുള്ള ഒരു അയാളുടെ ഒരു മനസ്സിന്റെ ശരീരത്തിന്റെ ഒക്കെ കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് ദേഷ്യം. നേരെ മറിച്ച് ഒരു മദ്യാസക്തന്റെ ദേഷ്യം എങ്ങനെയാണ്? അയാള് പെട്ടെന്ന് ഇമ്പൾസീവ് ആണ്. അതിൽ സത്യം വേണമെന്നില്ല. അത് യഥാർത്ഥ അളവിൽ ഉള്ള ദേഷ്യമായിരിക്കില്ല. ശരിയായ കാര്യത്തിന് വേണ്ടി ആയിരിക്കില്ല. അയാള് ഒന്നും മനസ്സിലാക്കാതെ ഉള്ള ഒരു ദേഷ്യമായിരിക്കും. അത് അതിര് കടന്ന ദേഷ്യമായിരിക്കും. ചിലപ്പോൾ അതൊരു കൊലപാതകത്തിൽ തന്നെ അവസാനിക്കും. ചിലപ്പോൾ അതൊരു മാനസിക രോഗത്തിന്റെ പുറത്തേക്കുള്ള ഒരു ഇടപെടലായിരിക്കും. അതിൽ ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെടും. അതാണ് ഒരു സാധാരണ മനുഷ്യന്റെ ദേഷ്യം. ഞാൻ പറയുന്നത് ഇപ്പോൾ സാധാരണ മനുഷ്യന് എപ്പോഴും 100% ഓക്കെ ആണെന്ന് ഞാൻ പറയുന്നില്ല. അയാളുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു മനോരോഗം ഉണ്ടാകാം. മനോരോഗം ഉണ്ടെങ്കിൽ അയാൾ മദ്യാസക്തനെ പോലെ തന്നെ പെരുമാറും. അപ്പോൾ അത് ആലോചിച്ച് നോക്കുക, വ്യത്യാസം നോക്കുക. നമ്മള് ദേഷ്യപ്പെടുന്നത് എല്ലാവരും ഭയങ്കര കുഴപ്പക്കാരും മോശക്കാരും ആണെന്നുള്ളത് അത് ശരിയായൊരു വ്യാഖ്യാനമല്ല. ദേഷ്യം അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടാകേണ്ട ആവശ്യമില്ലല്ലോ. ദേഷ്യം പുറത്തു വരുന്ന ഇങ്ങനെയൊക്കെയുള്ള നമ്മളെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യല്, നമ്മുടെ നീതി നിഷേധിക്കല്, ഇതിലൊക്കെ ആണ് ദേഷ്യം വരുന്നത് പലപ്പോഴും പല ആളുകളും. അത് ചിലപ്പോൾ അങ്ങേയറ്റത്തേക്കൊക്കെ പോകാം. പക്ഷെ മാനസിക രോഗത്തിന്റെ ഉള്ളിൽ അത്, അല്ലെങ്കിൽ മദ്യാസക്ത രോഗത്തിന്റെ ഉള്ളിൽ അത് ചിലപ്പോൾ ഫെയ്റ്റൽ, ജീവൻ എടുക്കുന്ന ഒരവസ്ഥ. നിങ്ങൾ അതൊക്കെ എല്ലാം ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. 2 സുഹൃത്തുക്കൾ ഒരുമിച്ച് കുടിക്കാൻ പോയിട്ട് ഒരാൾ മറ്റാളെ കൊല്ലുന്നതും ഒക്കെ മറ്റെന്താണ് അതിന് പറയാനുള്ളത്? അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ദേഷ്യത്തിന്റെ കാര്യം, ഈ സങ്കടം പോലും നമ്മളെ ചില കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്താനുള്ള സങ്കടങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് ചില നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ തിരിച്ചറിവില്ലാത്ത പ്രവർത്തനം കൊണ്ട് ചില സങ്കടങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ആ സങ്കടങ്ങളിലേക്ക് നമുക്ക് ചിലപ്പോഴൊക്കെ അതിൻ്റെ കാരണം അന്വേഷിക്കാനും ഒക്കെ കഴിയും. ചില ആൾക്കാർ നമ്മളെ സഹായിക്കും. നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ ഈ മനുഷ്യരായിട്ടുള്ള ആളുകളൊക്കെ നമ്മളോട് ചോദിക്കും, അല്ലെ നമ്മുടെ വീട്ടുകാർ ചോദിക്കും, നീ എന്താ ഇന്ന് പോകുന്നില്ലേ, ജോലിക്ക് പോകുന്നില്ലേ, നീ എന്താ കുളിക്കുന്നില്ലേ, നീ ഇന്ന് പല്ല് തേക്കുന്നില്ലേ, എന്താ നിനക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കും. അപ്പൊ അവിടെ എന്താണ് ആ ബന്ധങ്ങളുടെ ആഴം? നമ്മൾക്ക് വരുന്ന ആ വിഷമങ്ങളിൽ നമ്മളെ സഹായിക്കാൻ ആളുണ്ട് അവിടെ, നമ്മൾ ഒറ്റയ്ക്കല്ല. പക്ഷെ നമ്മളെ തന്നെ നഷ്ടപ്പെടും. ആ സങ്കടം അവളെ തീവ്രമായിട്ട് കൊണ്ടു നടക്കുവാണ്. ഇതിലൂടെയാണ് സാമൂഹ്യം, നമ്മളൊരു സാമൂഹ്യ ജീവി എന്ന് പറയുന്നത് നമ്മൾ മരിക്കാതിരിക്കാനുള്ള ഒരു സംഗതി കൂടിയാണ്. അപ്പോൾ ഈ സെൽഫ്, ഈ ഞാൻ, മറ്റു പല ഞാൻ എന്നുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിൽ, ഒരു റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ, അവിടെയാണ് ഈ ഒറ്റപ്പെടലും ആത്മഹത്യാ വാസനയും തീവ്രമായിട്ടുള്ള വിഷാദ രോഗവും മരണം തന്നെ അയാൾക്ക് നടപ്പിലാക്കാൻ പോലും ചിലപ്പോൾ ധൈര്യം ഉണ്ടാവില്ല.
അത് നടപ്പിലാക്കിയാൽ തന്നെ പലപ്പോഴും അപൂർണമായിരിക്കും. അപ്പൊ അങ്ങനെയാണ് ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നത്. മദ്യാസക്ത രോഗത്തില് ഒരു ഏഹ്, ഒരു 50% ആൾക്കാർ വിഷാദ രോഗത്തിലേക്ക് പോകും. ഒരു 25 പേരോടത്തോളം കഠിനമായ വിഷാദ രോഗം വരും. അതിൽ തന്നെ നല്ലൊരു ശതമാനം ആൾക്കാർ ആത്മഹത്യയെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. ചില ആൾക്കാർ പദ്ധതി നടപ്പിലാക്കാൻ നോക്കും, ചില ആൾക്കാർ അതിൽ വിജയിക്കും. എത്രയോ ആൾക്കാർ മദ്യാസക്ത രോഗികൾ എനിക്കറിയാം ആത്മഹത്യ ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചിരുന്നു. അവർ അതിനുള്ള പരിപാടികളൊക്കെ റെഡിയാക്കിയിരുന്നു. അതെല്ലാം ഈ പ്രോഗ്രാമിൽ വന്ന് ഷെയർ ചെയ്തപ്പോൾ എത്രയോ ആൾക്കാർ അതൊക്കെ തുറന്നു പറഞ്ഞ് കാരണം ആൽക്കഹോളിക്സ് അനോണിമസിൽ ഒരു അനുഭവങ്ങളും പ്രതീക്ഷകളൊക്കെ തുറന്നു പറയുന്ന സമയത്ത് ഒരു ഓപ്പൺ പ്രോഗ്രാമാണ്, ഒരു ഓപ്പൺ ആയിട്ടുള്ള പരിപാടിയാണ്. എന്താണ് അതിൻ്റെ അതായത് അത് നല്ല വശങ്ങളും മോശപ്പെട്ട വശങ്ങളും തുറന്നു പറയുന്ന ഒരു പരിപാടിയാണ്. എത്രയോ ആൾക്കാർ ഈ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത്, പട്ടാളത്തിൽ നിന്ന് വന്ന ഒരു സുഹൃത്ത് പറഞ്ഞു അങ്ങനെ രക്തം ഛർദ്ദിച്ച് 2-3 പ്രാവശ്യം പ്രശ്നമുണ്ടായി. അയാളുടെ ഒരു പട്ടാളക്കാരനായിട്ടുള്ള അയാള് പലപ്പോഴും താഴ്ത്തി ചവിട്ടി മെതിക്കപ്പെട്ടു, അയാളെ വളരെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കപ്പെട്ടു, ആത്മഹത്യയെ പറ്റി ആലോചിച്ചു എന്നൊക്കെ പറഞ്ഞ് അയാൾ ഷെയർ ചെയ്തു. വളരെ വളരെ അയാളുടെ ഉള്ളിൽ നിന്ന് വന്ന വാക്കുകളാണ് അതൊക്കെ. അപ്പോൾ അവിടെ വിഷാദ രോഗത്തിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ട അയാളുടെ ഭാര്യയുടെ സപ്പോർട്ട് കൂടിയാണ്. അയാളുടെ ഭാര്യ വളരെ നല്ല രീതിയിൽ തന്നെ അയാളെ സപ്പോർട്ട് ചെയ്തു. ആ സപ്പോർട്ടിലാണ് ഇന്നും അയാൾ ഈ മദ്യാസക്ത രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വൈകാരിക അവസ്ഥയെ അതിൽ കൂടി അയാൾ സ്വയം മറികടന്നു. അയാൾ മറികടന്നു ആ അവസ്ഥയെ. മറ്റൊന്ന്, നമ്മുടെ ഭയത്തെ പറ്റി വളരെ നല്ല രീതിയിൽ പറയേണ്ട സംഗതിയാണ് ഭയം എന്താണെന്ന്. ഭയം വാസ്തവത്തിൽ നമ്മൾ പലപ്പോഴും ബുദ്ധിയിലേക്ക് നയിക്കും എന്നുള്ളതാണ് ഒരു കാര്യം. നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ഒരു പരിക്കൊന്നും പറ്റാതെ നമ്മളെ രക്ഷപ്പെടുത്തുന്നത് ഭയം നമ്മളെ ബുദ്ധിയിലേക്ക് നയിക്കുമ്പോഴാണ്. പക്ഷെ മദ്യാസക്ത രോഗി പലപ്പോഴും ഈ അതിര് കടന്ന മദ്യാസക്ത രോഗത്തിന്റെ ഉള്ളില് അഹന്തയുടെ ഉള്ളില് ഭയമില്ല. അഹന്ത ഈ ഉപകാരപ്പെടുന്ന ഭയത്തെ അത് നഷ്ടപ്പെട്ടു പോകും, അത് ഉപകാരമില്ലാതായി മാറും. ഈ ഭയമുള്ള ഒരാള് അയാള് ബുദ്ധിപൂർവം ചിന്തിക്കാണ്. ഇപ്പോൾ ബസ് ഓടി വരുന്നു, എനിക്ക് പരിചയമുള്ള ഒരാളുടെ ഒരു ഷെയറിങ്ങിൽ അദ്ദേഹം മദ്യാസക്ത രോഗത്തിന്റെ ഉള്ളിൽ നിൽക്കുമ്പോഴൊക്കെ അയാൾ റോഡിന്റെ നടുവിൽ ബൈക്കൊക്കെ നിർത്തിയിട്ട് നിൽക്കുമായിരുന്നവരാണ്. എന്നിട്ട് ഡ്രൈവറോട് ഭയങ്കരമായിട്ടുള്ള മുന്നോട്ട് വെച്ച് ഭയങ്കര വീമ്പിളക്കല്, നീ കേറ്റടാ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അദ്ദേഹം മദ്യാസക്ത രോഗത്തിന് അടിപ്പെട്ട് ഈവൻ മരണത്തെ പറ്റി പോലും ചിന്തിച്ച് അത് മരിക്കുന്നത് പോലും നിസ്സാര സംഗതിയാണ്, അതിനെ ന്യായീകരിച്ച് ഞാൻ കുടിച്ചു മരിച്ചാൽ കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയിലൊക്കെ നടക്കുന്നൊരു സമയത്താണ് അയാൾ ഈ ബൈക്കും കൊണ്ട് KSRTC ബസിന്റെ മുമ്പിൽ നിന്ന് കേറ്റടാ എന്ന് പറയണത്. അപ്പൊ അതിൽ ഒത്തിരി തന്ത്രങ്ങൾ കൂടിയുണ്ട്. അതിന്റെ എന്താ പറയണ ന്യൂറോട്ടിസം ഉണ്ട് അതില്, ന്യൂറോട്ടിക് ആയിട്ടുള്ള പെരുമാറ്റങ്ങളുണ്ട്. അതൊക്കെ മദ്യാസക്ത രോഗത്തിൽ കാണുന്ന കാര്യങ്ങൾ തന്നെയാണത് വാസ്തവത്തില്. ഭയം. മറ്റൊന്ന്, ഈ സന്തോഷത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ മദ്യാസക്ത രോഗത്തിലെ സന്തോഷത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് അത് മദ്യത്തെ കൂടുതൽ ഫേവർ ചെയ്യുന്ന, കൂടുതൽ
അളവിൽ കുടിക്കാനും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സന്തോഷമായിരിക്കും മാറും അത്. അപ്പോൾ ആ സന്തോഷം ഒരു മരുന്ന് മാത്രമായിട്ട് മാറും. എല്ലാ വിഷമങ്ങൾക്കും സന്തോഷം ഉണ്ടാക്കാമെന്നും ആ സന്തോഷത്തിൻ്റെ ഉപാധിയായിട്ട് മദ്യം കഴിച്ചാൽ മതിയെന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ലഹരി ഉപയോഗിച്ചാൽ മതിയെന്നും എന്നുള്ളൊരു നിർദ്ദേശം മനസ്സെപ്പോഴും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും, ഇങ്ങനെ അത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പല ആൾക്കാരും ഇങ്ങനെ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമായിട്ട്, അന്തിമ പരിഹാരമായിട്ട് മദ്യം കഴിക്കുക എന്ന് പറഞ്ഞാൽ കൃത്രിമമായിട്ട് അവിടെ സന്തോഷം ഉണ്ടാക്കുക, ജോയ്. ഈവൻ അയാളെ സംബന്ധിച്ചൊരു ഉറക്കം പോലും ഒരു സന്തോഷമാണ്. പ്രശ്നങ്ങളെ മറികടക്കാനും മറന്നു കളയാനും മദ്യം കഴിച്ചുള്ള മയക്കം പോലും, ആ മറവി പോലും അയാൾക്ക് പ്രശ്നങ്ങളിൽ നിന്ന് മദ്യം രക്ഷിക്കുന്നു എന്നുള്ള ഒരു വലിയ ഒരു ചിന്തയാണ് അയാളെ മുന്നോട്ട് നയിക്കുന്നത്. ഇതാണ് വൈകാരികമായിട്ടുള്ള ഈ വൈകാരിക അവസ്ഥകളിലൊക്കെ ഞാൻ ഇല്ലാതാകുകയാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ശരീരം കൊണ്ടും എൻ്റെ മനസ്സുകൊണ്ടും ഞാൻ ഇല്ലാതാകുന്ന ഒരവസ്ഥയിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മദ്യാസക്ത രോഗത്തിൻ്റെ ഈ ചികിത്സാ രീതിയായിട്ടുള്ള ഈ പ്രോഗ്രാമിൽ ഇതിൻ്റെ ലിറ്ററേച്ചർ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളെല്ലാം ഈ ലിറ്ററേച്ചർ വായിക്കാത്തവരൊക്കെ ഈ ലിറ്ററേച്ചർ വായിക്കണം എനിക്കുണ്ട്. ആ നീല ഇതുള്ള നിറത്തിലുള്ള ലിറ്ററേച്ചറുകൾ ഒരു ഇത് ഉടനെ വായിച്ചൊന്നും രക്ഷപ്പെടില്ല. പക്ഷെ കുറേ ദിവസം മദ്യം നിർത്തിവെച്ച് വായിക്കുന്ന ആൾക്ക് ഇതിലുള്ള സയൻസിൻ്റെ എന്തെങ്കിലും ഒരു സംഗതി അയാളുടെ അടുത്തുകൂടി പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് രക്ഷമാണ്. മദ്യത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുക എന്നതാണ് എയുടെ പരിപാടി. അംഗങ്ങൾ ഇന്നൊരു ദിവസം എന്ന തോതിൽ മദ്യപാനത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന ലളിതമായ രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഗ്രൂപ്പ് മീറ്റിങ്ങുകളിൽ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവയ്ക്കുന്നതിലൂടെയും മദ്യമുക്തിക്കായി നിർദ്ദേശിക്കപ്പെട്ട 12 പടികളുടെ പരിശീലനത്തിലൂടെയും അംഗങ്ങൾ സുബോധാവസ്ഥ നിലനിർത്തുന്നു. എത്രയോ ലളിതമായിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് ഈ ലളിതമായ പരിപാടിയെ പരിഹസിക്കാതെ ഇതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാകുമ്പോഴാണ് അയാൾ ഒരു 3 വർഷമോ 4 വർഷമൊക്കെ സുബോധവാനാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാത്തൊരാൾക്ക് ഇത് മനസ്സിലാവില്ല. അനാമധേയത്വമാണ് എയുടെ ആത്മീയ അടിത്തറ. വ്യക്തികളെക്കാൾ അത് തത്വങ്ങൾ ഊന്നിയ പ്രവർത്തനമാണ്. സ്വയം ഭരണത്തിന് പ്രാപ്തമാക്കുന്ന സമന്മാരുടെ കൂട്ടായ്മയായ പരിപാടികളിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്കല്ല, മറിച്ച് മദ്യമുക്തിക്കായുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഊന്നൽ കൊടുക്കുന്നത്. വാർത്താമാധ്യമങ്ങൾ പുലർത്തുന്ന അനാമധേയത്വം അംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് നവോആഗതർക്ക് അവരുടെ അംഗത്വം പരസ്യപ്പെടുത്തുന്നതിന് ഇല്ല എന്ന് ഉറപ്പ് നൽകുന്നു. ഇതൊക്കെ പണ്ടത്തെ കാര്യമാണ്. അപ്പം ഇന്ന് ആൽക്കഹോളിക്സ് അനോണിമസ് അത്ര അനോണിമസ് അല്ല. അത് ലോകമെമ്പാടുമുള്ള സാധാരണ മനുഷ്യരിലേക്ക് പോലും, വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത പല ആളുകളിലേക്കും കടന്നു ചെന്ന് കഴിഞ്ഞു. അത് ഒരാളുടെ ജീവനും ജീവിതവും രക്ഷപ്പെടുത്താനുള്ള, സ്വയം രക്ഷപ്പെടാനുള്ള ഒരു പ്രോഗ്രാമായി മാറിയിട്ടുണ്ട് ഇന്ന്. അതുകൊണ്ട് എന്ന് പറയുന്നതിൽ പോലും ഒരാൾ എന്താ പറയുന്നത്, പണ്ടത്തെ പോലെ, പണ്ട് മദ്യം എന്ന് പറഞ്ഞാൽ ലജ്ജിക്കപ്പെടുന്ന ഒരു സംഗതിയായിട്ടാണ് കണക്കാക്കിയത്. മദ്യപാനി എന്നൊക്കെ പറഞ്ഞാൽ ലജ്ജിക്കപ്പെടണം, ആൾക്കാർ പരിഹസിക്കും. ഇന്നതല്ല. ഇത് ഭൂരിഭാഗം ആൾക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു രോഗാവസ്ഥയാണെന്ന്. പക്ഷെ ഈ രോഗത്തിൽ നിന്ന് എങ്ങനെ ഈ 24 മണിക്കൂർ അയാളെ രക്ഷപ്പെടുത്തും എന്നുള്ള സംഗതി അയാൾക്ക് അറിയാൻ പാടില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഈ ബ്രെയിൻ ഡിസീസ് എന്ന് പറയുന്നത് മുമ്പോട്ട് പോകുന്ന ഒരു ബ്രെയിൻ ഡിസീസാണ്. നമ്മൾ തലച്ചോറ് പ്രവർത്തിക്കുമ്പോൾ
അത് ഒരു ഇലക്ട്രിക്കൽ വയറിങ് മറ്റ് അനേകം ഇലക്ട്രിക്കൽ വയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ആണ് നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നത്. നമുക്ക് പലതരം വികാരങ്ങളുണ്ട്, പല സ്വഭാവങ്ങളുണ്ട്, ചിന്തകളുണ്ട്. നമ്മളെ ഓരോരുത്തരുടെയും ചിന്തകൾ ഒരേപോലെ അല്ല. അത് എത്രയോ അധികം വ്യത്യാസപ്പെട്ടാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകൾ, തോന്നലുകൾ, വികാരങ്ങൾ, സ്വഭാവങ്ങൾ ഇതെല്ലാം അനേകായിരം ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കൂടി കടന്നു പോകുന്ന ഒരു സംഗതിയാണ്. മദ്യം അവിടെ എല്ലാം ഈ സർക്യൂട്ടിനെല്ലാം ഭയങ്കര കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു മദ്യാസക്തൻ ക്രിമിനൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു മറ്റ് ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ ഒരു ക്രിമിനൽ അവസ്ഥയിൽ ചെന്ന് ചേരുന്നതിൻ്റെ കാരണം ഒരു ശരീരം, ഒരു തലച്ചോറ് ഉദ്ദേശിക്കപ്പെടാത്ത പ്രവർത്തനങ്ങളിലേക്ക് ഈ ഇലക്ട്രിക്കൽ കണക്ഷനിൽ വരുന്ന കുഴപ്പം കൊണ്ട് എത്തിച്ചേരും. അത് എത്തിച്ചേരുന്നത് പാരനോയിഡ് ഐഡിയാസിലായിരിക്കും. പാരനോയിഡ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ കൊല്ലുന്ന അവസ്ഥ, മറ്റൊരാളെ പറ്റി എപ്പോഴും അയാൾ കുഴപ്പക്കാരനാണെന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ. അങ്ങനത്തെ അവസ്ഥകളിലേക്ക് ഒരു ക്രിമിനൽ അവസ്ഥയിൽ അത് കൊണ്ട് എത്തിക്കും നമ്മളെ. പക്ഷെ നമ്മളെ സാധാരണ തലച്ചോറും സാധാരണ ശരീരവും നമ്മളെ രക്ഷപ്പെടുത്താനാണ് എപ്പോഴും നോക്കുന്നത്. സെൽഫ്, ഈ ശരീരം നിലനിൽക്കണം, ഇത് അതിന് എതിരായിട്ടുള്ള ഒന്നും ചെയ്യാൻ പാടില്ലെന്നും ഈ ശരീരം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ നമ്മുടെ തലച്ചോറ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ സെൽഫ്, നമ്മുടെ സ്വയം നമ്മൾ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നിങ്ങളോട് ഈ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനും, അതുപോലെ ആരാണ് ഒരു മദ്യാസക്തൻ, മദ്യത്തിൻ്റെ ഉപയോഗത്തിൽ അതിൽ ഞാൻ 11 കാര്യങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു. അതിൽ ഏതെങ്കിലും 2 കാര്യങ്ങൾ ഒരാളിൽ പോസിറ്റീവ് ആണെങ്കിൽ അയാൾ ഉടനെ തന്നെ ചികിത്സിക്കേണ്ട ഒരാളാണ്. 11 കാര്യം അയാൾക്ക് ആവശ്യമില്ല. അതിൽ 2 കാര്യം അയാളുടെ ജീവിതത്തിൽ ശരിയാണെങ്കിൽ അയാൾ ഉടനെ ചികിത്സ ചെയ്യണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിൽ വന്ന എല്ലാ സുഹൃത്തുക്കളോടും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം ഹൈലി സയൻറ്റിഫിക്, അത് നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട ഉപകരണം നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ ഒരു കഴിവ് നൽകുന്ന ഒരു സംഗതിയാണ്, ഒരു പ്രോഗ്രാമാണ്. അതിൽ കുറച്ച് വിശ്വസിക്കുക. ഇന്നത്തെ ഒരു എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ എൻ്റെ ജീവിതത്തിൽ ഞാനൊരാളെ ചികിത്സിച്ച അനുഭവം പറയാം. 72 വയസ്സുള്ള സുഹൃത്ത് ഇന്ന് എൻ്റെ അടുത്ത് ചികിത്സിക്കാൻ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു. 15 വർഷം മുമ്പ് അദ്ദേഹം ആൽക്കഹോളിക്സ് അനോണിമസിനെ കണ്ടെത്തി. വളരെ സീരിയസ് ആയിട്ടുള്ള പല രോഗാവസ്ഥകളിൽ കൂടി കടന്നുപോയിട്ടും ഒന്നും സംഭവിക്കാതെ അദ്ദേഹത്തിന് സുഖമായിട്ട് ജീവിക്കാൻ പറ്റി. ഇപ്പോൾ അദ്ദേഹം വന്ന സമയത്ത് ഒരു 6 മാസം മുമ്പ് അദ്ദേഹം റിലാപ്സായി. അദ്ദേഹത്തിൻ്റെ ജോലി വേണ്ടെന്ന് വെക്കേണ്ടി വന്നു, ജോലി ഇല്ലാതായി. ഇപ്പോഴും അദ്ദേഹം രോഗത്തിൻ്റെ ഉള്ളിലാണ്. മദ്യം മാത്രമല്ല, പുകയില കൂടി വളരെയധികം ഉപയോഗിച്ച് അദ്ദേഹത്തിന് ഒരു 1/2 ഡസൻ രോഗങ്ങളിപ്പോൾ ഉണ്ട്. ഒന്ന്, മദ്യാസക്ത രോഗം വളരെ കൂടുതലായി. ആൽക്കഹോളിസം എന്നുള്ള രോഗം അയാളിപ്പോൾ വളരെ ഭീകരാവസ്ഥയിലാണ്. അയാൾ 15 പെഗ് മദ്യം കുടിക്കുന്ന പഴയ അവസ്ഥയിലേക്ക് പോയി. അതുപോലെ അയാൾക്ക് ഹൃദ്രോഗമുണ്ട്, അയാളുടെ വൃക്കകൾക്ക് തകരാറുണ്ട്, അയാളുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് തകരാറുണ്ട്, അയാൾക്ക് അപ്പോൾ വൃക്കരോഗമുണ്ട്, ഹൃദ്രോഗമുണ്ട്, രക്തസമ്മർദ്ദ രോഗമുണ്ട്, പ്രമേഹമുണ്ട്. അയാളുടെ മദ്യാസക്ത രോഗം കൊണ്ട് പല രോഗങ്ങളും നിയന്ത്രണമില്ല. അയാളുടെ രക്തസമ്മർദ്ദം, അയാളുടെ പ്രമേഹ രോഗം, ഇതൊക്കെ ക്രമം തെറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ഇങ്ങനെ പോവുകയാണെങ്കിൽ അയാൾ അധികം കാലം ജീവിച്ചിരിക്കില്ല. അപ്പോൾ 15 വർഷം സുബോധ ജീവിതം നയിച്ച ഒരാളുടെ റിലാപ്സാണ്. അപ്പോൾ ആ റിലാപ്സിന് അയാൾ പറഞ്ഞ കാരണങ്ങൾ, പല കാരണങ്ങളും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അയാളുടെ മരുമകളുമായിട്ടൊരു വാക്ക് തർക്കമുണ്ടായെന്നും അതിലെ അയാൾ കുടിച്ചു പോയെന്നും പക്ഷെ ഈ മരുമകളുമായിട്ട് വാക്ക് തർക്കത്തിന് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് അയാൾ കുടിച്ചിരുന്നു. അപ്പോൾ അയാൾ ഈ മധ്യാസക്ത രോഗത്തിൽ ഇങ്ങനെ ഒരു കാരണം കണ്ടെത്തുക എന്നുള്ളത് വളരെ ലളിതമായൊരു സംഗതിയായിരുന്നു മധ്യാസക്തിനെ സംബന്ധിച്ച്, ഒരു കാരണം കണ്ടെത്തുക. അപ്പോൾ ഇന്നിപ്പോൾ അയാൾ 2 ആഴ്ചയായിട്ട് ആൽക്കോളിക്സ് അനോണിമസ് 15 വർഷം സോബറായ ആളാണ് ഏതിൽ കൂടി. അപ്പോൾ ഇപ്പോൾ അവസാനം 2 ആഴ്ച അയാൾ സുബോധവാനാണെന്ന് പറഞ്ഞു. പ്രോഗ്രാം പറയുന്ന രീതിയിൽ മുമ്പോട്ട് പോകാൻ അയാൾക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത, അത് പുനർപതനം സംഭവിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന്, അതിൻ്റെ തീവ്രത ഇത് പറഞ്ഞാലും മനസ്സിലാവില്ല. ഇത് അനുഭവത്തിൽ മനസ്സിലാകുന്ന സൂക്കേടാണ്. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു ഡോക്ടർ. ഞങ്ങളോടത്ത് ഇത്ര നേരം ഡോക്ടറിന്റെ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിനും മദ്യസക്തി എന്ന രോഗത്തെക്കുറിച്ച് ഞങ്ങളോട് വളരെ വിശദമായിട്ട് സംസാരിച്ചതിനും വളരെ നന്ദിയുണ്ട്. ആർക്കെങ്കിലും ഡോക്ടറിനോട് ചോദ്യങ്ങൾ ചോദിക്കാനോ എന്തെങ്കിലും ഷെയർ ചെയ്യാനോ ഉണ്ടെങ്കിൽ ആകാവുന്നതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ? പ്രേംകുമാറാണ്. ചോദിച്ചു. ഞാനൊരു മദ്യാസക്തനാണ്. ആൽക്കഹോളിക്സ് അനോണിമസിൽ ആയതുകൊണ്ട്, നിങ്ങളോടൊപ്പം ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം കുടിച്ചിട്ടില്ല. എൻ്റെ പേര് പ്രേംകുമാർ. അപ്പൊ ഞാന് 7 വർഷവും 9 മാസവും 18 ദിവസമായിട്ട് തുടർച്ചയായിട്ട് കുടിക്കാതിരിക്കുന്നു. ഞാൻ കുടി മാറ്റി വെച്ചിട്ട് കുടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കുടി അങ്ങോട്ട് മാറ്റിയപ്പോഴത്തേക്കും ഞാൻ ഈ പ്രോഗ്രാമിലോട്ടൊന്നും പോകാതെ എനിക്ക് ഫോണിൽ ചാറ്റിങ്, അതായത് മദ്യം എനിക്ക് തന്നുകൊണ്ടിരുന്ന ഒരു ആനന്ദകരമായിട്ടുള്ള അവസ്ഥ മദ്യം അങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും മറ്റു പലതിലോട്ടും എന്നിലെ ആസക്ത രോഗി ചുറ്റിപ്പിടിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഈ ഫോണിൽ സോഷ്യൽ മീഡിയ അമിതമായിട്ട് ഉപയോഗം അതെന്റെ സമയാപഹരിക്കുന്നു. അതിൽ തന്നെ ഈ സെക്സ് ചാറ്റിലൊക്കെ പോകുന്നു. അത് മൊത്തത്തില് എന്റെ ധാർമ്മിക നിലവാരം ഞാൻ നോക്കുന്നെങ്കിൽ വളരെ താഴോട്ട് പോകുന്ന അവസ്ഥ. പക്ഷെ പുറമെ കാണുമ്പോഴത്തേക്കും നല്ലൊരു മനുഷ്യൻ. എനിക്ക് തന്നെ അറിയാൻ എൻ്റെ ഉള്ളിൽ വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ്. പക്ഷെ ഇതിൽ നിന്ന് വിട്ടുമാറാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരു വിധത്തിൽ എനിക്കത് പറ്റുന്നില്ല. ഞാൻ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യുന്നു, വാട്സപ്പ് ഡിലീറ്റ് ചെയ്ത് മാറ്റുന്നു, ചില നമ്പറുകൾ ബ്ലോക്ക് ചെയ്യുന്നു. പക്ഷെ അത് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്പൊക്കെ വീണ്ടും റീഇൻസ്റ്റാൾ ചെയ്ത് ബ്ലോക്ക് ചെയ്ത നമ്പറുകളൊക്കെ ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്യുന്നു. അപ്പൊ ഇത് അതായത് മദ്യത്തിൽ നിന്ന് ഞാൻ വിട്ടുമാറാനായിട്ട് പണ്ട് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോഴേ വീണ്ടും ബാറ് കാണുമ്പോൾ കയറി പോകുന്നത് പോലെ ഇതിലോട്ടും ഇതിലും ഞാൻ റിലാക്സ് ആയി പോകുന്നു ഈ ഒരു ഇതില്. അപ്പം അത് എന്തുകൊണ്ടായിരിക്കും? എന്റെ രോഗത്തിന്റെ ഇതുകൊണ്ടായിരിക്കും ശ്രമിച്ചിട്ട്. ഡോക്ടർ കേട്ടായിരുന്നോ? ഞാൻ അഡിക്ഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാൻ പാടില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ ഈ അനിയന്ത്രിതമാകുന്ന ഒരു സ്വഭാവം, അസാധാരണമായിട്ടുള്ള ഒരു സ്വഭാവം, അത് നമ്മൾ ഇടപെടുന്ന സ്ഥലത്ത് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം, അതിൻ്റെ
ആ ഉപദ്രവം ആദ്യം ബാധിക്കുന്നത് നമ്മളാണെങ്കിൽ നമ്മളത് അറിയാതിരിക്കുക, അത് വേറൊരു കാര്യം. അതുപോലെ അതിൻ്റെ ഉള്ളിൽ അകപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കും ഉപദ്രവം ഉണ്ടാകുക, നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്കും ഉപദ്രവം ഉണ്ടാകുക. ഇതാണ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഈ അഡിക്റ്റഡ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും അഡിക്ഷൻ ഉണ്ടാക്കുന്നതാണ്. ഉദാഹരണത്തിന് മദ്യം, മറ്റ് ലഹരി വസ്തുക്കൾ കെമിക്കലായിട്ട് തലച്ചോറിൽ പ്രവർത്തിച്ച് തലച്ചോറിലെ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ചില ചിന്തകൾ, വികാരങ്ങൾ ഉണ്ടാക്കുക. അതാണ് അവിടെ ചെയ്യുന്നത്. അഡിക്ഷനാണത്. വേണ്ട, നമുക്ക് ചില കാര്യങ്ങളിലുള്ള മറ്റ് ചില ആശയങ്ങളിലുള്ള അഡിക്ഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഗാംബ്ലിങ് ഒരു വലിയ അഡിക്ഷനാണ്. നമുക്ക് ഒരു സങ്കല്പ ലോകം ഉണ്ടാകുക, ആ സങ്കല്പ ലോകത്തിൽ കണ്ടമാനം പണമൊക്കെ ഉണ്ടാകുക, ആ പണമൊക്കെ ചിലവഴിച്ച് ഞാനൊരു സുഖജീവിതം നയിക്കുന്നു എന്നുള്ള ഒരു ആലോചന വരിക. ആ ആലോചന ഇങ്ങനെ പേർത്തും നമ്മളെ ഇങ്ങനെ ഉന്മാദം ഉണ്ടാക്കുന്നു, അമിത സന്തോഷം ഉണ്ടാക്കുന്നു. അതൊരു അഡിക്ഷനാണത്. അതിപ്പോൾ ഗാംബ്ലിങ് ഇത് ലോട്ടറി അഡിക്ഷൻ ഭയങ്കര സംഭവമാണ്. അതുപോലെ ഏത് കാര്യത്തിലും അമിതമായിട്ടുള്ള ഒന്ന് വെച്ചാൽ രണ്ട് വെച്ചാൽ 4 എന്നുള്ള ആ ഒരു ആശയം അതൊരു ഗാംബ്ലിങ് അഡിക്ഷനാണ്. അതുപോലെ ഡിജിറ്റൽ അഡിക്ഷൻ മൊബൈല് മറ്റു പ്രവൃത്തികൾക്കായിട്ട് ഉപയോഗിച്ച് സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതൊരു അഡിക്ഷനായിട്ട് മാറും. അത് സന്തോഷത്തിൻ്റെ ബൈ പ്രോഡക്റ്റ്, ഉപോൽപ്പന്നം എന്നൊക്കെ പറയും. അപ്പോൾ ആ രീതിയിൽ ഇത് ഒരു ഇൻഫർമേഷനാണ്, കമ്മ്യൂണിക്കേഷനാണെന്നുള്ളതൊക്കെ മറന്നിട്ട് നമ്മൾ ആ രീതിയിലേക്കൊക്കെ പോകും. സാധാരണ ജീവിതത്തിൻ്റെ ഈ വിർച്വലാണ്. ഇത് വിർച്വൽ എന്ന് വെച്ചാൽ മിഥ്യയായിട്ടുള്ള സംഗതിയാണ്, നിഴലാണത്. അപ്പോൾ നിഴല് യാഥാർത്ഥ്യമാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലെത്തുക, അത് അഡിക്ഷനാണ്. അപ്പോൾ തലച്ചോറിൽ മാറ്റങ്ങളുണ്ടാവും. തലച്ചോറിൽ ആ സൊല്യൂഷൻ ഇതിന് രക്ഷപ്പെടാനായിട്ടുള്ള സൊല്യൂഷൻ വിട്ടുനിൽക്കൽ തന്നെയാണ് സൊല്യൂഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ മൊബൈൽ അഡിക്ഷൻ ആണെങ്കിൽ മൊബൈൽ ഒരു ഇൻഫർമേഷന് വേണ്ടി മാത്രം, നിങ്ങൾക്ക് അറിവ് കിട്ടാനും മറ്റൊരാളുടെ ഒരു കാര്യം അറിയിക്കാനും വേണ്ടി മാത്രം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് അഡിക്ഷനിൽ നിന്ന് വിട്ടുനിൽക്കലാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനും പറ്റൂല. ഗൂഗിൾ പേയും അതും ഇതുമൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനെ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പണ്ടത്തെ സാധാരണ ഒരു മൊബൈലുണ്ട്, ഇൻഫർമേഷന് വേണ്ടി മാത്രമുള്ള 500 രൂപയുടെ ഒരു ഫോണുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൊബൈൽ അഡിക്ഷൻ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ ഒരു മൊബൈൽ ഉപയോഗിക്കാം. അല്ലാത്ത സമയത്തൊക്കെ നിങ്ങൾ സാധാരണ പഴയ മൊബൈൽ ഉപയോഗിക്കുന്നത് നല്ലത്. ഓക്കെ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇല്ല എങ്കിൽ നമ്മുടെ ഇന്നത്തെ സമയം കഴിഞ്ഞിരിക്കുന്നു. എയുടെ വാഗ്ദാനങ്ങൾ. നമ്മുടെ പുരോഗതിയിൽ ഈ ഘട്ടത്തിൽ നാം കഠിനാധ്വാനത്തിന് തയ്യാറാണെങ്കിൽ പകുതി വഴി ചെല്ലുന്നതിന് മുമ്പ് തന്നെ നാം അത്ഭുതപരിതന്ത്രരാകും. ഒരു പുതിയ സ്വാതന്ത്ര്യവും സന്തോഷവും നാം അറിയാൻ പോവുകയാണ്. കഴിഞ്ഞ കാലത്തെ ഓർത്ത് നാം ഖേദിക്കുകയോ അതിൻ്റെ നേരെ വാതിൽ കൊട്ടിയടക്കുകയോ ഇല്ല. പ്രശാന്തി എന്ന വാക്കിൻ്റെ അർത്ഥം നന്നായി ഗ്രഹിക്കുകയും സമാധാനം എന്തെന്ന് നാം അറിയുകയും ചെയ്യും. നാം എത്രമേൽ താഴോട്ട് പോയിട്ടുണ്ടെന്നൊരു പ്രശ്നമല്ല, നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താമെന്ന് നാം കാണുന്നു. ഒന്നിനും കൊള്ളാത്തവരാണ് നാം എന്ന ധാരണയും സ്വയം സഹതാപവും അപ്രത്യക്ഷമാകുന്നു. സ്വാർത്ഥ കാര്യങ്ങളിലുള്ള നമ്മുടെ താല്പര്യം നഷ്ടപ്പെടുകയും നമ്മുടെ സഹജീവികളോടുള്ള സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഭാഗ്യാന്വേഷണ പ്രവണത നമ്മിൽ നിന്നകലും. ജീവിതത്തോടുള്ള നമ്മുടെ മനോഭാവവും കാഴ്ചപ്പാടും മാറും. ആളുകളെക്കുറിച്ചും സാമ്പത്തിക സുരക്ഷത്തെക്കുറിച്ചുമുള്ള ഭയം നമ്മളെ വിട്ടകലും. നമ്മെ അന്താളിപ്പിച്ചിരുന്ന സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു ഉൾവിളി കണ്ടതുപോലെ നാം അറിയുന്നു. ഞങ്ങൾക്ക് സ്വയം ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുവെന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ഇതൊക്കെ അതിര് കടന്ന വാഗ്ദാനങ്ങളാണോ? അല്ലെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾക്കിടയിൽ അവ സഫലമാക്കപ്പെടുന്നു.
പലപ്പോഴും പെട്ടെന്ന്, ചിലപ്പോൾ സാവധാനം. നാം അതിനുവേണ്ടി ശ്രമിച്ചാൽ അവ എല്ലായ്പ്പോഴും സാധ്യമാകുന്നു. പ്രാർത്ഥന. ജോളിച്ചേട്ടൻ. പ്രാർത്ഥന. ദൈവമേ, ദൈവമേ മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുവാനുള്ള പ്രശാന്ത മനസ്സുതയും മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യവും ഇവയെ തമ്മിൽ വേർതിരിച്ചറിയുവാനുള്ള വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. Thank you, Dr. Gopal. Thank you, Doctor. Thank you, Thank you, Jolchatan. Thank you, Thank you, Jolchatan. Thank you all. Thank you, everybody. Thank you, Julie.